ഇതിന് ഷെയർ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് CMA ഇന്റർ സ്റ്റുഡൻസിനും CA ഇന്റർ സ്റ്റുഡൻസിനും ഒരുപോലെ ആവശ്യത്തിനുള്ള, പ്രത്യേകിച്ച് CMA ഇന്ററിന് ജാനുവരി 2021 എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനുള്ള ഡയറക്റ്റ് ടാക്സേഷന്റെ ഇന്റർ സ്റ്റുഡൻസിന്റെ ഡയറക്റ്റ് ടാക്സേഷന്റെ മാരത്തോൺ റിവിഷൻ ക്ലാസ്സസ് പോലെയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഇൻകം ടാക്സിന്റെ ബേസിക്സും ഇൻകം ടാക്സിന്റെ റേറ്റും, അതായത് ടാക്സ് റേറ്റ്, ഇപ്പം ഇൻഡിവിജ്വലിന്റെ റേറ്റ് എത്ര, HUFന്റെ റേറ്റ് എത്ര, അല്ലെങ്കിൽ ജോയിന്റ് വെഞ്ചറിന്റെ അല്ലെങ്കിൽ റേറ്റ് എത്ര, ദെൻ പിന്നെ വരുന്ന കമ്പനിയുടെ റേറ്റ് എത്ര, ഫേമിന്റെ ടാക്സ് റേറ്റ് എത്ര, അങ്ങനെ അല്ലെങ്കിൽ സ്ലാബ് റേറ്റുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 2 വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ കാണുക. അതിനുശേഷം കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നത് ഈ മാരത്തോൺ റിവിഷൻ ക്ലാസ്സസ് ആണ്. ദെൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇൻകം അണ്ടർ ദ ഹെഡ് സാലറി ആണ്. സാലറി അണ്ടർ സെക്ഷൻ 15 ആണ് എന്ത് ചെയ്യുന്നത്, ചാർജിങ് സെക്ഷൻ ഓഫ് സാലറി. ഓക്കെ, ചാർജിങ് സെക്ഷൻ ഓഫ് സാലറി അതായത് ഒരാളുടെ ഒരു അസസിയുടെ, ഇവിടെ അസസി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ എംപ്ലോയി ആണ്. ഒരു എംപ്ലോയിക്ക് മാത്രമേ സാലറി കിട്ടുള്ളൂ എന്നുള്ള കാര്യം, ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഇൻകം അണ്ടർ ദ ഹെഡ് സാലറി കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്ത് തന്നെയാണ്, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്തുള്ളത് ആരാണ്, ഒരു എംപ്ലോയി ആണ്, ഇൻഡിവിജ്വൽ എംപ്ലോയി ആണോ എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ എംപ്ലോയി ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻകം അണ്ടർ ദ ഹെഡ് സാലറിക്കകത്ത് നമുക്ക് ടാക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ നോക്കാം, അണ്ടർ സെക്ഷൻ 15 ചാർജിങ് സെക്ഷൻ ഓഫ് സാലറി, ആർക്കൊക്കെയാണ് സാലറി അണ്ടർ ദ ഹെഡ് സാലറിയിൽ ടാക്സ് ചെയ്യേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻകം അണ്ടർ ദ ഹെഡ് സാലറിയിൽ നമ്മൾ ടാക്സ് കാണുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം എന്നുള്ള കാര്യങ്ങളാണ് ചാർജിങ് സെക്ഷൻ അണ്ടർ സെക്ഷൻ 15 ഇൻകം അണ്ടർ ദ ഹെഡ് സാലറിയിൽ പറയുന്നത്. നോക്കാം, സെക്ഷൻ 15 കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, ഇൻകം ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി if there is a master servant relationship, that is employer relationship. ഇൻകം അണ്ടർ ദ ഹെഡ് സാലറിയിൽ ഒരു ഇൻകത്തിനെ ടാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കണം, ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്ന സാലറി, എനിക്ക് കിട്ടിയിരിക്കുന്ന സാലറി, അല്ലെങ്കിൽ എനിക്ക് ഒരാൾ ഒരു പേയ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന പേയ്മെന്റ് എന്ന് പറയുന്നത് എന്തുണ്ടായിരിക്കണം, ഒരു മാസ്റ്റർ സെർവന്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ഞാൻ അവിടുത്തെ സെർവന്റും എനിക്ക് ക്യാഷ് തന്നിരിക്കുന്ന ആൾ എന്ത് ചെയ്തിരിക്കണം, എൻ്റെ മാസ്റ്ററും ആയിരിക്കണം. അല്ലെങ്കിൽ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ഓക്കെ, എംപ്ലോയർ റിലേഷൻഷിപ്പോട് കൂടിയുള്ള ഒരു പേയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് സാലറി എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബേസിക്കലി ഇൻകം അണ്ടർ ദ ഹെഡ് സാലറിയിൽ തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. Then the key criteria to hold this relation is that employee is always bound to work as per direction and supervision of the employer. ഇതിന്റെ കീ ക്രൈറ്റീരിയ, ഒരു മാസ്റ്റർ സെർവന്റ് റിലേഷൻഷിപ്പ് അവിടെ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഈ എംപ്ലോയറുടെ ഡയറക്ഷനിലാണ് എംപ്ലോയി അവിടെ വർക്ക് ചെയ്യുന്നത്. എംപ്ലോയറുടെ ഡയറക്ഷനിലോ സൂപ്പർവിഷനിലോ ആണ് എംപ്ലോയി അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കാര്യം ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇൻകം അണ്ടർ ദ ഹെഡ് സാലറിയിൽ അങ്ങനെ കിട്ടുന്ന, അങ്ങനെ ഒരു മാസ്റ്റർ സെർവന്റ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്, അല്ലെങ്കിൽ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടെന്നും അവിടെ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഇൻകം അണ്ടർ ദ ഹെഡ് സാലറിയിൽ ടാക്സ് ചെയ്യാമെന്നും പറയാൻ പറ്റും. ദെൻ സാലറി ഈസ് ടാക്സബിൾ ഓൺ ഡ്യൂ ബേസിസ് ഡ്യൂ ഓർ റിസീവ് വിച്ച് എവർ ഈസ് എർലിയർ. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ബേസിസിൽ എമൗണ്ട് ടാക്സ് ചെയ്യാം. ഒന്ന് ഡ്യൂ ബേസിസിലും ചെയ്യാം, ഒന്ന് റിസീപ്റ്റ് ബേസിസിലും ചെയ്യാം. അപ്പോൾ ഡ്യൂ ബേസിസിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിസീപ്റ്റ് ബേസിസിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ടാക്സബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന സാലറി അത് ഡ്യൂ ഡേറ്റിന് മുന്നേ കൊടുക്കാം, ചിലപ്പോൾ ഡ്യൂ ഡേറ്റിന് ശേഷം കൊടുക്കാം, ചിലപ്പോൾ കറക്റ്റ് ഡ്യൂ ഡേറ്റിന് കൊടുക്കാം. ഓക്കെ, അപ്പം ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഡിസംബർ മാസം സാലറി ചിലപ്പോൾ കിട്ടുന്നത് ഡ്യൂ ആവുന്നത് ജാനുവരി 1 ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്യൂ ബേസിസ് എന്ന് പറയുമ്പോൾ ജാനുവരി 1 ഡ്യൂ. പക്ഷേ ജാനുവരി മാസം സാലറി എനിക്ക് ക്യാഷിന് കുറച്ച് അത്യാവശ്യമുണ്ട്, ഞാൻ ഡിസംബർ 28 മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് സാലറിയിൽ നമ്മൾ ടാക്സ് ചെയ്യുന്ന സമയത്ത് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 1/1/2021 ആണോ 28/31/2020 ആണോ, വിച്ച് എവർ ഈസ് എർലിയർ, ഏതാണോ നേരത്തെ വന്നിരിക്കുന്ന ഡേറ്റ് ആ ഡേറ്റിനായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് ഇൻകം അണ്ടർ ദ ഹെഡ് സാലറിയിൽ ടാക്സ് ചെയ്യുന്നത്. Then advance salary is taxable on receipt basis. നമ്മൾ ഒരു ഡ്യൂ ഡേറ്റ് ആകുന്നതിന് മുന്നേ റിസീവ് ചെയ്യുന്ന അഡ്വാൻസ് ആയിട്ട് എനിക്ക് കുറച്ച് ക്യാഷിന് കുറച്ച് അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് എംപ്ലോയിയുടെ കയ്യിൽ നിന്നും എംപ്ലോയർ റിസീവ് ചെയ്യുന്ന സാലറിയാണ് എന്തെന്ന് പറയുന്നത് അഡ്വാൻസ് സാലറി. അഡ്വാൻസ് സാലറി എന്തിന്റെ ബേസിസിലാണ്, റിസീപ്റ്റ് ബേസിസിന്റെ കേസിൽ ടാക്സബിൾ ആവും. Then outstanding salary is taxable on due basis. എന്താണ് outstanding salary? ഡ്യൂ ഡേറ്റ് ആയിട്ടും ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ എക്സാമ്പിളിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജാനുവരി 1 നമുക്ക് കിട്ടേണ്ട സാലറി ജാനുവരി 1 കിട്ടിയിട്ടില്ല. അപ്പോൾ അത് എന്തായി, ഡ്യൂ ആയി, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആയി. ജാനുവരി 2, 3 ഒക്കെ ആവുന്ന സമയത്ത് എന്താണ്, ഡിസംബർ മാസത്തെ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആയി കിടക്കുകയാണ്, ഇറ്റ്സ് നോട്ട് എറ്റ് റിസീവ്ഡ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്താണ്, ഡ്യൂ ബേസിസിലാണ് റിസീവ് ആവുന്നത്, ടാക്സബിൾ ആവുന്നത്. ദെൻ അരിയർ സാലറി ഈസ് ടാക്സബിൾ ഓൺ റിസീപ്റ്റ് ബേസിസ്. എക്സ്പ്ലനേഷൻ, എനി ഇൻക്രിമെന്റൽ ഇൻ സാലറി വിത്ത് retrospective effect which has not been taxed in the past, such arrear will be taxed in the year in which it is
allowed or received. എന്താ സാലറി കഥ എന്ന് പറഞ്ഞാൽ ഈ അരിയർ സാലറി റിസീപ്റ്റ് ബേസിസിലാണ് ആകുന്നത്, ടാക്സബിൾ ആവുന്നത്. ഇവിടെ അരിയർ സാലറി എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻക്രിമെന്റ് സാലറി ആണ്. ദാറ്റ് ഈസ് ഇപ്പോൾ എക്സാമ്പിൾ 2015 ഒരു പേ കമ്മീഷൻ വന്നു, പക്ഷെ ആ പേ കമ്മീഷൻ നിലവിൽ വന്നിട്ട് അതിന്റെ പൈസ എന്ത് കിട്ടിയിട്ടില്ല, എത്രയാണോ സാലറി കൂടേണ്ടത്. ഇപ്പൊ ഒരു 15,000 rupees ആണ് 2015 എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാലറി എന്നുണ്ടെങ്കിൽ അത് 17,000 രൂപ 17,000 rupees ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ആ എക്സസ് 2,000 rupees എന്ത് ചെയ്തിട്ടില്ല, 2015 എനിക്ക് കിട്ടിയിട്ടില്ല. അത് 15, 16, 17, 18, 19, 20 ഈ 6 ഇയേഴ്സിന്റെ സാലറി ഒരുമിച്ച് കിട്ടുന്ന എനിക്ക് 21-ലായിരിക്കും. ഓക്കെ, അപ്പൊ 21-ലാണ് ആ ഒരു 2,000 രൂപ ഇൻക്രീസ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എനിക്ക് കിട്ടുന്നത്. എന്നാണോ ഞാനിങ്ങനെ റിസീവ് ചെയ്യാത്ത അരിയർ സാലറി റിസീവ് ചെയ്യുന്നത്, ആ റിസീവ് ചെയ്യുന്ന വർഷം ആ എമൗണ്ട് ടാക്സബിൾ ആവും. ഓക്കെ, അതാണ് അരിയർ സാലറി റിസീപ്റ്റ് ബേസിസിൽ ടാക്സബിൾ ആവുന്നത്. ഇൻക്രീസ്ഡ് ആയിട്ടുള്ള സാലറി കിട്ടുന്ന സമയത്ത് ഒരുമിച്ചായിരിക്കും അത് കിട്ടുന്ന സമയത്ത് ടാക്സബിൾ ആവും. ദെൻ സാലറി റിസീവ്ഡ് ബൈ എ പാർട്ട്ണർ. Salary received by a partner from its firm shall not be taxable as salary. Such salary shall be taxable under the head PGBP. ഓക്കെ, അതായത് പാർട്ണർഷിപ്പ് ഫേമിൽ നിന്നും പാർട്ട്നേഴ്സിന് കിട്ടുന്ന സാലറി ഇൻകം അണ്ടർ ദ ഹെഡ് സാലറിയിലല്ല ടാക്സ് ചെയ്യുന്നത്. നമുക്കറിയാം പാർട്ണർഷിപ്പ് ഫേമിനകത്ത് ജോലി ചെയ്യുന്ന പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വർക്കിംഗ് പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കും, മൈനർ പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കും, നോമിനി പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കും, റെപ്രസെൻറ്റേറ്റീവ് പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കും, പല ടൈപ്പ് പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കും. എനിവേ എക്സിക്യൂട്ടീവ് പാർട്ട്നേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ വർക്കിംഗ് പാർട്ട്നേഴ്സിന് പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് എന്ത് കിട്ടും, റെമ്യൂണറേഷൻ കിട്ടും, ദാറ്റ് ഈസ് സാലറി. അങ്ങനെ കിട്ടുന്ന സാലറി പുള്ളിക്കാരൻ്റെ ഇൻകം അണ്ടർ ദ ഹെഡ് സാലറിയിലല്ല ടാക്സ് ചെയ്യേണ്ടത്. ഇറ്റ് വിൽ ബി ടാക്സബിൾ അണ്ടർ ദ ഹെഡ് PGBP. ബിക്കോസ് അതിന്റെ റീസൺ എന്ന് പറയുന്നത് ബ്രാക്കറ്റിൽ കാണിച്ചിട്ടുണ്ട്, നോ എംപ്ലോയർ റിലേഷൻഷിപ്പ്. അവർക്ക് എന്തില്ല, എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ല. ദെൻ ഏജന്റ് പ്രിൻസിപ്പൽ. എനി കമ്മീഷൻ ഓർ റെമ്യൂണറേഷൻ ഏൺഡ് ബൈ ഏജന്റ് ഈസ് നോട്ട് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി. This is because an agent is not an employee of the principal but taxable under the head PGBP. ഓക്കെ, PGBP ഇൻ ദ സെൻസ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓർ ബിസിനസ് ഓർ പ്രൊഫഷൻ പറയാൻ വിട്ടുപോയി. അപ്പം കഥ ഇതാണ്, ഏജന്റും പ്രിൻസിപ്പളും തമ്മിലുള്ള ട്രാൻസാക്ഷനിൽ ഏജന്റ് പ്രിൻസിപ്പലിനോ പ്രിൻസിപ്പൽ ഏജന്റിനോ എന്തെങ്കിലും കമ്മീഷൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ല. സപ്പോസ് ഞാനിപ്പോൾ ഒരു കമ്പനിയുടെ ഒരു കമ്മീഷൻ ഏജന്റ് ആണ്, കമ്മീഷൻ ബേസിസിൽ പ്രോഡക്ട്സ് വിറ്റ് കൊടുക്കുന്ന ഒരു ഏജന്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കമ്മീഷൻ തരുന്നുണ്ട്, പക്ഷേ കമ്മീഷൻ ബേസിസിലാണ് തരുന്നത്. ദാറ്റ് ഈസ് എൻ്റെ കമ്മീഷൻ എന്ന് പറയുന്നത് ഞാൻ നടത്തുന്ന സെയിൽസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ബിസിനസ്സിനനുസരിച്ചാണ് എനിക്ക് എന്ത് കിട്ടുന്നത്, റിട്ടേൺ കിട്ടുന്നത്, അല്ലെങ്കിൽ റെമ്യൂണറേഷൻ കിട്ടുന്നത്. സോ എൻ്റെ പ്രിൻസിപ്പളും അല്ലെങ്കിൽ എനിക്ക് പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി തരുന്ന പ്രിൻസിപ്പളും ഞാനും തമ്മിൽ എന്തില്ല, എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ല. അപ്പോൾ അതിന് നമുക്ക് എന്തായിട്ട് കണക്കാക്കാം, ദെയർ ഈസ് നോ എംപ്ലോയർ റിലേഷൻഷിപ്പ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഇൻകം അണ്ടർ ദ ഹെഡ് സാലറിയിൽ ആ കമ്മീഷനെ ടാക്സ് ചെയ്യേണ്ട കാര്യമില്ല, PGBP ബിസിനസ് ഇൻകം ആയിട്ട് കണ്ടാൽ മതി. ദെൻ salary received by sole proprietor from his sole proprietorship business is not an income. Proprietor and proprietorship business are the same person. None can earn from himself. അതായത് ഞാനിപ്പോൾ 1% കമ്പനി നടത്തുകയാണ്. നമ്മുടെ കമ്പനീസ് ആക്ട് 2013 നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, 1% കമ്പനി എന്ന് ടേം ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് കൺസേൺ എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് ഒരാൾ ഒരു ബിസിനസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് എനിക്ക് തന്നെ കിട്ടുന്ന ഇൻകം, ഞാൻ തന്നെ ഏൺ ചെയ്തെടുക്കുന്ന ഇൻകം അതിനൊരു ഇൻകമായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. അതിൻ്റെ റീസൺ, എൻ്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ആ പ്രോഡക്റ്റിനെ ഞാൻ എനിക്ക് തന്നെ വിറ്റിട്ട് എനിക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഇല്ല. വേറൊരാൾക്ക് സെക്കൻഡ് പാർട്ടിക്ക് വിറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാൻസാക്ഷൻ ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ, പ്രോഫിറ്റ് എനിക്ക് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ റെമ്യൂണറേഷൻ ടു ഡയറക്ടേഴ്സ് ഫ്രം ഹിസ് കമ്പനി. കുറേ ടൈപ്പ് ഡയറക്ടേഴ്സ് ഉണ്ട്. ആ ഡയറക്ടേഴ്സിന് കമ്പനീസ് എന്ത് ചെയ്യും, റെമ്യൂണറേഷൻ കൊടുക്കും. അപ്പോൾ ആ റെമ്യൂണറേഷൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ഡയറക്ടർ ഈസ് എംപ്ലോയ്ഡ് ഇൻ ദ കമ്പനി, ഡയറക്ടർ ആ കമ്പനിയിൽ എംപ്ലോയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി. ഓക്കെ, ചില ഡയറക്ടേഴ്സ് വർക്കിംഗ് ഡയറക്ടേഴ്സ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എംപ്ലോയി ഡയറക്ടേഴ്സ് ആയിരിക്കും എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ കറക്റ്റ്. അപ്പം ആ എംപ്ലോയി ഡയറക്ടേഴ്സിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾ തന്നെയാണ് അവിടുത്തെ ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ ആ വർക്ക് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന സാലറി ഇൻകം അണ്ടർ ദ ഹെഡ് സാലറി ടാക്സബിൾ ആണ്. ഇഫ് ഡയറക്ടർ ഈസ് നോട്ട് ആൻ എംപ്ലോയി ഇൻ ദ കമ്പനി, ടാക്സബിൾ അണ്ടർ ദ ഹെഡ് IFOS. ആ ഡയറക്ടർ ആ കമ്പനിയിലെ എംപ്ലോയർ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ കിട്ടുന്ന ആ ഡയറക്ടർ, അതായത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാതെ ആ കമ്പനിയുടെ ഡയറക്ടർ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മെമ്പർ ആയിരിക്കുന്ന ഡയറക്ടറിന് കിട്ടുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് ടാക്സ് ചെയ്യേണ്ടത്. ദെൻ ഡയറക്ടേഴ്സ് സിറ്റിംഗ് ഫീ. ഓരോ ഡയറക്ടേഴ്സും ബോർഡ് മീറ്റിംഗ് കൂടുന്ന സമയത്ത് അവരവിടെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് കമ്പനി അവർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ആണ് സിറ്റിംഗ് ഫീ എന്ന് പറയുന്നത്. ബോർഡ് മീറ്റിങ്ങിനകത്ത് അറ്റൻഡ് ചെയ്യുന്നതിന് കമ്പനി അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫീ ആണ് സിറ്റിംഗ് ഫീ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡയറക്ടേഴ്സിന്റെ സിറ്റിംഗ് ഫീ ടാക്സബിൾ അണ്ടർ ദ ഹെഡ് IFOS ആണ്. ഓക്കെ, ഇൻകം ഫ്രം അതർ സോഴ്സ്. ദെൻ
വരുന്നത് കോൺട്രാക്ട് ഓഫ് സർവീസ്, തൊട്ടടുത്തത് കോൺട്രാക്ട് ഫോർ സർവീസ്. ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കേണ്ട ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. കോൺട്രാക്ട് ഓഫ് സർവീസിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കൺസെപ്റ്റ്സ് ആണുള്ളത്, കോൺട്രാക്ട് ഓഫ് സർവീസും കോൺട്രാക്ട് ഫോർ സർവീസും. കോൺട്രാക്ട് ഓഫ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ഒരു എംപ്ലോയിയുമായിട്ട് വെക്കുന്ന കോൺട്രാക്റ്റിനാണ് എന്തെന്ന് പറയുന്നത് കോൺട്രാക്ട് ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ഒരു എംപ്ലോയിയുമായിട്ട് വെക്കുന്ന സർവീസിനാണ് എന്തെന്ന് പറയുന്നത് കോൺട്രാക്ട് ഓഫ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. അവിടെ കിട്ടുന്ന പേയ്മെന്റ്, എംപ്ലോയിക്ക് കിട്ടുന്ന പേയ്മെന്റ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി ആണ്. പക്ഷേ കോൺട്രാക്ട് ഫോർ സർവീസസ് എന്ന് പറയുന്നത് ദർ ഈസ് എ കോൺട്രാക്ട് റിലേഷൻഷിപ്പ്. ജസ്റ്റ് എക്സാമ്പിൾ, ഒരു കമ്പനിയിൽ ഞാനിപ്പോൾ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് കൊടുക്കുന്ന സർവീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാനും എംപ്ലോയറും തമ്മിൽ വെക്കുന്ന കോൺട്രാക്ട് ആണ് എന്തെന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് ഓഫ് സർവീസ്. എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ട്, എനിക്ക് കിട്ടുന്ന പേയ്മെന്റ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി ആണ്. പക്ഷേ കോൺട്രാക്ട് ഫോർ സർവീസ് ഇൻ ദ സെൻസ്, ഞാനിപ്പോൾ സപ്പോസ് ഒരു കമ്പനിയുടെ ഹോസ്പിറ്റാലിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുന്ന ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കമ്പനിയിലെ എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലെ ഹോസ്പിറ്റാലിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവരുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സൈൻ ചെയ്തിട്ടുണ്ട്, എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. സപ്പോസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കോൺട്രാക്ട് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ സപ്പോസ് ഞാൻ കോൺട്രാക്ടറാണ്, അവിടെ പറഞ്ഞിരിക്കുന്ന കോൺട്രാക്ട് റിലേഷൻഷിപ്പിൽ എനിക്ക് കിട്ടുന്ന പേയ്മെന്റ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് PGBP ആണ്. PGBP ഇംഗത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, ടാക്സ് ചെയ്യേണ്ടത്. ദെൻ പെൻഷൻ റിസീവ്ഡ് ബൈ വിഡോ ഓർ ലീഗൽ ഹയർ ഓർ ഡിസീസ്ഡ് എംപ്ലോയി ഈസ് നോട്ട് ടാക്സബിൾ ആസ് ദ സാലറി ബട്ട് ഇറ്റ് വിൽ ബി ടാക്സബിൾ അണ്ടർ ദ ഹെഡ് IFRS. ഓക്കെ, ഒരു പേഴ്സണിന്റെ പെൻഷൻ റിസീവ് ചെയ്യുന്നത് വിഡോയോ ലീഗൽ ഹയറോ ആണ്. ഓക്കെ, അത് നിയമപരമായിട്ടുള്ള ഒരു അവകാശിയോ അല്ലെങ്കിൽ വിധവയോ ആയിട്ടുള്ള ഒരു ഭാര്യയോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന പെൻഷൻ അവരുടെ ഇൻകം അണ്ടർ ദ ഹെഡ് സാലറി അല്ല. നോർമലി ഞാനിപ്പോൾ എൻ്റെ റിട്ടയർമെന്റ് ടൈം കഴിയുമ്പോൾ എനിക്ക് മേടിക്കുന്ന പെൻഷൻ ഇൻകം അണ്ടർ ദ ഹെഡ് സാലറി ടാക്സബിൾ ആണ്. പക്ഷേ വിഡോയോ ലീഗൽ ഹയറോ ആണ് ആ പെൻഷൻ റിസീവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ആ പെൻഷൻ ഇൻകം ഫ്രം അതർ സോഴ്സിലായിരിക്കും എന്ത് ചെയ്യേണ്ടത്, ടാക്സ് ചെയ്യേണ്ടത്. ദെൻ remuneration received by judges is taxable under the head salary even no employer relationship exists. Okay, judges, അതായത് സ്റ്റേറ്റ് കോർട്ടിൻ്റെയോ സെൻട്രൽ കോർട്ടിൻ്റെയോ ജഡ്ജസ് റിസീവ് ചെയ്തിരിക്കുന്ന സാലറി അവർ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഒന്നും അവിടെ ഇല്ല. ബൈ ലോ അവിടെ there is no employer relationship even though the remuneration received by the judges has to be taxable under the head income from other source. Then salary received by MLA MP is taxable under the head income from other source. Okay, salaries received by member of parliament, member of legislative assemblies has to be taxable under the head income from other source. It will not be considered under the head income from salary. Then remuneration for extra work, overtime കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. Remuneration for extra work from employer for work performed outside the duties of his office is taxable under the salary. That is what in the sense, overtime duty or if an employee is working in a company beyond the normal working hours, that particular payment will be considered as overtime payment. That overtime payment also has to be considered under the head income from salary. Then salary from more than one source or one employer during the previous year will be accumulated and taxable under the head salary. Appo if an employee is receiving salary from an employer from more than one employer, that particular total salary will be taxable under the head salary. Okay, ഒന്നിൽ കൂടുതൽ ആളുകളിൽ നിന്നും ഒന്നിൽ കൂടുതൽ എംപ്ലോയീസിൽ നിന്നും ഒരു എംപ്ലോയി സാലറി റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അക്യൂമുലേറ്റ് ചെയ്തിട്ടുണ്ട്, ടോട്ടലൈസ് ചെയ്തുകൊണ്ട് ഇൻകം അണ്ടർ ദ ഹെഡ് സാലറി തന്നെ ടാക്സ് ചെയ്യും. Salary from former or present employee is chargeable to tax under the head salary. If an employee is receiving a due or arrear salary from a former employer, and again if an employee is receiving regular salary from the present employer, that particular total salary will be considered under the head salary only. Okay, we don't need to consider any other heads of income. That particular total salary or total remuneration will be taxable under that salary only. Then ഇനി നമുക്ക് വരുന്നത് സാലറി ഫോർഗോൺ ഈസ് ഓൾവേസ് ടാക്സബിൾ ഈവൻ ഇഫ് ദ സബ്സീക്വന്റ് വേവ്ഡ് ഓർ
if it is merely application of income. However, salary surrendered to the central government shall not be treated as salary and not taxable. That is, ചില സിറ്റുവേഷൻസിൽ എനിക്ക് സാലറി കിട്ടുന്നത് ഞാൻ ചാരിറ്റിക്ക് വേണ്ടിയിട്ടോ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ മാറ്റി ഉപയോഗിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മിയർലി ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം ഞാൻ വേവ് ചെയ്യുന്നുണ്ട്. ഈ സിറ്റുവേഷനിൽ എന്താ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ഇൻകം ആയിട്ട് തന്നെ കണക്കാക്കും. പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് അല്ലെങ്കിൽ ഗവൺമെന്റിനാണ് നമുക്ക് കിട്ടുന്ന സാലറി തിരികെ സറണ്ടർ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ എമൗണ്ട് നോട്ട് ടാക്സബിൾ ആണ്. ഓക്കെ, സാലറി ഫോർഗോൺ. ദെൻ അതാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്തുവാ ആപ്ലിക്കേഷൻ ഓഫ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഓൺ സാലറി എന്ന് പറയുന്ന ഒരു ഹെഡ് ഉണ്ട്. ഓക്കെ, ആപ്ലിക്കേഷൻ ഓഫ് ഇൻസിഡൻസ് ഓഫ് ടാക്സ്. നമുക്ക് ഇൻകം അണ്ടർ ദ ഹെഡ് സാലറിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻകം ടാക്സിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസിഡൻസ് ഓഫ് ടാക്സിന്റെ ആപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. വെൻ വി സ്റ്റഡീഡ് ഇൻകം ടാക്സ് വി കൺസിഡർ കൺസെപ്റ്റ് കോൾഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് that which determines the taxability of a person or his income in India. Okay, here application of incidence of tax on salary which represents that same concept as which we have learned earlier in the incidence of tax only. Then employee employer, there is the two concept, employee employer. That means there is only two parties called employee while we are considering an income which is taxable under the head income from salary. Okay, employee that can be any type. In first line by line it will be explained. Employee that is any type, any India, anywhere else. That is employee that can be any type, regular employee or former employee or present employee, that can be any type. Employer also can be any type, that is government employer, that is non-government employer, that kind of things. Then place of service has to be in India. Salary received anywhere. Okay, if the place of service in India, employer that can be anyone, and salary received in India or any other places, no issue, it will be taxable under the head salary in India only. Okay, employee employer any person, place of supply it has to be in India. If place of supply is in India, place of service in India, service received is anywhere, taxable in India. Then employee. Then second line, employee any employee, employer any employee, place of service anywhere. Okay, if some persons is working outside, no issue. Outside India, no issue. If it is working in India also, no issue there. Then salary received has to be in India. If salary is received in India, then it is taxable in India under the head salary. Then ordinary resident in India. If an employee is, when we are considering a residential status of an assessee, if an employee is an ordinary resident in India and employer any employee, that is government employer or non-government employer, place of service is anywhere, then salary received that is anywhere, then taxable, yes. Okay, then if once again, if an employee is an ordinary resident in India and employer is any kind of employee and place of service is anywhere, or that can be in India or outside India, then salary received that also can be in India or outside India, but it will be taxable under the head salary in India only. Then employee. Then fourth point, if an employee is an Indian citizen, already we know what is the major difference of an Indian citizen and ordinary resident in India. When we are, if we have to find out the citizenship of an Indian or a person, we have to consider, already we know by birth only in the that particular person will get citizenship in India. Then if we have to consider or find the residential status of an assessee, we have to go through the rules under section 6 which implies the rules which we have to be considered while determining a residential status of an assessee. Okay, then employer, Indian citizen, employer, then employer government, that is once again if an employee is an Indian citizen and the employer is government, place of service in outside India, then salary received anywhere, taxable under S, head the salary in India, yes. That is or Indian citizen government employee ആവട്ടെ, ഇന്ത്യക്ക് പുറത്താണ് ജോലി ചെയ്യുന്നത്, സാലറി റിസീവ്ഡ് എനിവെയർ, ഇന്ത്യക്ക് പുറത്തോ ഇന്ത്യക്ക് അകത്തോ റിസീവ് ചെയ്യാൻ, ഇറ്റ് ഈസ് ടാക്സബിൾ അണ്ടർ ദ സാലറി. ദെൻ എംപ്ലോയി not ordinary resident or non-resident. If an employee is not ordinary resident or non-resident, employer is anyone, place of service outside India, salary received outside India, not taxable. Okay, in the sense
when we are considering or when we are determining the residential status of an assessee, it implies or it shows non-resident, not on a resident or non-resident, employer any type, place of supply outside India, salary received outside India, taxable no. Okay, if an employer any type, employee status, that is assessee status is non-resident or not ordinary resident, place of service outside India, then salary received outside India, then we don't need to make taxability on that particular income which he or she has received in that particular area. Okay, it is not considered under that salary and it will not be taxable in India also. Okay, that is what called, already I said, it's a merely application of incidence of tax concepts on salary head. Then salary definition. Salary includes wages, annuity, pension, gratuity, fees, commission, perquisites, advance salary, payment received in respect of leave not availed, that is leave encashment, portion of annual accretion, then transferred balance in recognized provident fund, then contribution made by the employer in the previous year, etc. Okay, ഇതൊക്കെ salary definitions ആണ്. Just നിങ്ങൾ നോക്കി വയ്ക്കുക. നമുക്കൊരിക്കൽ 2016 പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. 2016 ഫസ്റ്റ് സിലബസ് ഫസ്റ്റ് എക്സാമിനാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ മെനി ഐഡന്റിറ്റീസ് ആർ ദയർ ഇൻ ദ ഹെഡ് സാലറി ഓർ ഡെഫിനിഷൻ ആൻഡ് സാലറി. സാലറി എന്ന് പറയുന്ന ഡെഫിനിഷനകത്ത് എത്ര ഐഡന്റിറ്റീസ് ആണ്? 7 ഐഡന്റിറ്റീസ് ആയിരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ സാലറി എന്ന് പറയുന്ന ഡെഫിനിഷനകത്ത് പേഴ്സൺ എന്നുള്ള ഒരു ടേമിൻ്റെ ഡെഫിനിഷനാണ് എത്ര ഐഡന്റിറ്റീസ് ഉണ്ടെന്ന് ചോദിച്ചിരുന്നത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാലറിക്ക് എത്ര ഡെഫിനിഷൻ ഉണ്ട് അല്ലെങ്കിൽ എത്ര കമ്പോണൻസ് സാലറിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിനൊക്കെ പറ്റി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നോർമൽ ഫോർമാറ്റ് ഫോർ കൺസിഡറിങ് ടോട്ടൽ സാലറി. ഓക്കെ, ഞാൻ ഐ വിൽ സൂം ഇറ്റ് ഔട്ട് ആൻഡ് ലെറ്റ് ഷോ യു. ദെൻ this is the normal one. Okay, this is the total format. We will zoom it and explain it out. Okay, then first of all we have to put a statement or heading called statement of computation of income under the salary for the assessment or assessee for the assessment year 2020-21. Then particulars detail amount, we have to give a particulars column and a detail column and amount column. Note number 1 basic salary, note number 2 fees, note number 3 commission, bonus, gratuity, leave encashment, pension, retrenchment, compensation under the head of voluntary retirement scheme, etc. Okay, all these particular thing has to be in a bench. Before that we have to find out the net amount, that is what basic salary that can be given in the question on monthly basis. We have to give it into convert into a annual basis. Okay, അപ്പോൾ ബേസിക് സാലറി ദാറ്റ് അത് മാസത്തിലായിരിക്കും തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഫീസ്, കമ്മീഷൻ, ബോണസ് എല്ലാ കാര്യങ്ങളും മാസത്തിൽ അല്ലെങ്കിൽ കുറച്ച് the ingredients which you are required to compute the actual amount of gratuity, leave encashment, pension, that will be given in the question. Okay, from that we have to compute the final answer or something like that. Then second part will be allowances. Allowances considered normally, allowances will be classified into 3 types: fully taxable allowances, allowances taxable which depends on actual expenditure, allowances which taxable on statutory value basis. Okay, there is 3 types of allowances. We given the question on the format like that: the earner's allowance, city compensatory allowance, tiffin allowance, medical allowance, servant allowance, entertainment allowance, deputation allowance, dress allowance, other allowances unless specifically exempted is fully taxable. Then travel or transfer allowance, daily allowances, conveyance allowance, assistant allowance, professional development allowance, uniform allowance, truck drivers allowance, transport allowance, house rent allowance, etc. Then under section 17 subsection 2, under section 17 subsection 2 of salary explains perquisites. Okay, perquisites: rent free accommodation, shares and securities issued under ESOP. Then car facility, gas, electricity, water, club facility, movable assets sold by an employer, medical facility, leave travel concession, other fully taxable perquisites, provident fund, superannuation fund. Okay, if we consider all these particular things, we will reach into the gross salary. Okay, that's the first step. Before that, once again
we have to totalize these particular things: basic salary, fees, commission, bonus, gratuity, leave salary, etc. Then thereafter we have to go through the allowances. Again, that particular taxable amount of allowances also has to be totalized. Then again we have to consider the taxable amount of perquisites under section 17 subsection 2. For that, after considering that particular three components, fee, commission, bonus plus taxable amount of total taxable amount of allowances plus total taxable amount of perquisites, we will get gross salary. Then a gross salary കിട്ടിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇൻകം അണ്ടർ ദ ഹെഡ് സാലറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഡിഡക്ഷൻസ് ആണുള്ളത്. ദർ ഈസ് 3 ഇമ്പോർട്ടൻറ്റ് ഡിഡക്ഷൻസ് അണ്ടർ ദ ഹെഡ് സാലറി. അണ്ടർ സെക്ഷൻ 16 എക്സ്പ്ലെയിൻസ് ദ ഡിഡക്ഷൻസ്. അണ്ടർ സെക്ഷൻ 16 സബ്സെക്ഷൻ IA stands for standard deduction amounts rupees 50,000. Entertainment allowance applicable to government employee. It is only applicable to government employee. Then tax on employment or professional tax, it is also very important. Professional tax or employment tax paid by the employer or employee to the state government. All these particular 3 things we will get it as a deduction under the head salary 16, section 16. Okay, then from gross salary we have to deduct the income under the head, we have to deduct the deduction under section 16 total amount, we will get taxable salary. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രോസ് സാലറി കമ്പ്യൂട്ട് ചെയ്യുന്നുള്ളതാണ്. ആ ഗ്രോസ് സാലറിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിഡക്ഷൻ അണ്ടർ ദ ഹെഡ് 16 നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഒരു 50,000 രൂപ ഡിഡക്ഷൻ എടുക്കാൻ പറ്റും. എന്റർടൈൻമെന്റ് അലവൻസ് ഗവൺമെന്റ് എംപ്ലോയിക്ക് മാത്രമേ കിട്ടത്തുള്ളൂ, ആ എമൗണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ടാക്സ് ഓൺ എംപ്ലോയ്മെന്റ് ഓർ പ്രൊഫഷണൽ ടാക്സസ് നമുക്ക് ലെസ് ചെയ്യണം. ലെസ് ചെയ്യുമ്പോൾ ഗ്രോസ് സാലറിയിൽ നിന്നും അണ്ടർ സെക്ഷൻ 16 ടോട്ടൽ ഡിഡക്ഷൻ എമൗണ്ട് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ടാക്സബിൾ സാലറി അല്ലെങ്കിൽ ടോട്ടൽ സാലറി കിട്ടും. എല്ലാ തവണയും 10 മാർക്കിന് മിനിമം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, then we can go through note by note explanation. Already we have seen some note numbers: note 1, note 2, note 3, note 4, note 5, note 6, note 7, note 8. That particular things already you have seen. Then we can go through the note by note explanations of that particular things which we have seen above. Then note number 1, basic salary. Basic salary, it is fully taxable under the head salary, income from salary. Okay, basic salary, it is fully taxable under the income from salary. Then fees, it is fully taxable under the head salary. Fees also fully taxable under the head salary. Then note 3, commission may be given as percentage of turnover or sales or as a percentage of profit. Anyhow, commission is fully taxable under the head salary if it is given by the employer. That means an employer can give a commission to the employee on the basis of sales or turnover which is made by that particular employee, or that particular employer can also give a commission to employee on the basis of profits which is generated by that particular employee. Then that is 2 types of commission. One is commission on the basis of sales or turnover. Second one is commission on the basis of profit. Okay, bonus is fully taxable but receipt basis. If it is declared only, then it should be fully ignored. അതായത് festive bonus or something else like that can be generated or declared but it will not be given. That's the thing. അപ്പോൾ നമുക്ക് കുറേ ബോണസസ് ഒക്കെ കറക്റ്റ് ടൈംലി എംപ്ലോയിക്ക് ഡിക്ലെയർ ചെയ്യും, പക്ഷെ അത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, ടൈംലി കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ മാൻഡേറ്ററി പേയ്മെന്റ്, ഇറ്റ്സ് എ ബോണസ്. അപ്പം ഈ ബോണസ് എപ്പോഴാണോ നമ്മൾ കൊടുക്കുന്നത്, whenever it is given to that particular employee, it will be taxable under the head salary. On that is what called, that particular bonus amount is taxable on receipt basis. Okay, then retirement benefits. First of all, we have to go through very important explanation under the salary. Note number 5, gratuity. Already we know what is gratuity. Gratuity is a retirement benefits. What is retirement benefit? Retirement benefit is a benefit which is provided by the employer to the employee when the time of retirement only. Okay. Gratuity is a retirement benefit given by employer to the employee in the consideration of service given by the employee to employer under section 10 subsection 10 of Income Tax Act 1961 explains the exemptions from gratuity. Only a salaried assessee can claim such exemptions and any other assessees are eligible to claim under section 10 subsection 10. ഓക്കെ, ഒരു സാലറിയുടെ പേഴ്സൺസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാറ്റുവിറ്റിയിൽ എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഗ്രാറ്റുവിറ്റി പറയുന്നത് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 10 ആണ്. ഗ്രാറ്റുവിറ്റിയെ നമുക്ക് വീണ്ടും കേസ് എ, കേസ് ബി, കേസ് സി നമ്മൾ അങ്ങനെ ബൈഫോർക്കേറ്റ് അല്ല സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 10 വരുന്നത് റിസീവ്ഡ് ഡ്യൂറിങ് കണ്ടിന്യൂഷൻ ഓഫ് സർവീസ് ആണ്, കേസ് എ.
ഓക്കെ, അതായത് ചില സിറ്റുവേഷൻസിൽ ഗ്രാറ്റുവിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിൽ റിസീവ്ഡ് ഡ്യൂറിങ് കണ്ടിന്യൂഷൻ ഓഫ് സർവീസിന്റെ ടൈമിൽ തന്നെ നമുക്ക് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ അതിന്റെ ടാക്സബിലിറ്റി എങ്ങനെയാണ്? ദെൻ റിസീവ്ഡ് ഓൺ ടെർമിനേഷൻ ഓഫ് സർവീസിലാണെന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് റിട്ടയർമെന്റ് ആകുന്ന ടൈമിലാണ് നമ്മൾ എമൗണ്ട് റിസീവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നോൺ ഗവൺമെന്റ് എംപ്ലോയി ആയാൽ എങ്ങനെയാണ്, ഗവൺമെന്റ് എംപ്ലോയി ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഓക്കെ, നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അതിനെ തിരിക്കുന്നു. കവേർഡ് അണ്ടർ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റീസ് ആക്ട്, നോട്ട് കവേർഡ് അണ്ടർ ദ പേയ്മെന്റ് ഓഫ് ആക്ടിവിറ്റീസ് ആക്ട് 1972. ഓക്കെ, ദെൻ കേസ് ബി എന്ന് പറയുന്നത് ഗവൺമെന്റ് എംപ്ലോയി ആണ് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ദെൻ അടുത്ത് റിസീവ്ഡ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് എൻ എംപ്ലോയി, ഒരു എംപ്ലോയിയുടെ ഡെത്തിന് ശേഷമാണ് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ആണ് നമുക്ക് ഗ്രാറ്റുവിറ്റിയിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. എനിവേ നമുക്ക് കേസസ് ആയിട്ട് 1 by 1 കേസസ് ആയിട്ട് പോവാം. കേസ് എ, ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ഡ്യൂറിംഗ് ദ കണ്ടിന്യൂഷൻ ഓഫ് സർവീസ് ഈസ് ഫുള്ളി ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ബോത്ത് ഗവൺമെന്റ് ആൻഡ് നോൺ ഗവൺമെന്റ് എംപ്ലോയി. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിലും ഗ്രാറ്റുവിറ്റി ഡ്യൂറിംഗ് ദ കണ്ടിന്യൂഷൻ ഓഫ് സർവീസിലാണ്, ജോലിയിൽ ഇരിക്കുന്ന ടൈമിൽ തന്നെയാണ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ അണ്ടർ ദ ഹെഡ് in the hands of both the government and non-government employee. Then case B, gratuity received at the time of termination of service by government employee is fully exempted from tax. Okay, അതായത് ടെർമിനേറ്റ് ചെയ്യുന്ന ടൈമിൽ റിട്ടയർമെന്റ് ടൈം ആയതിനു ശേഷം ഒരു ഗവൺമെന്റ് എംപ്ലോയി റിസീവ് ചെയ്യുന്ന ഗ്രാറ്റുവിറ്റി ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 10 പാർട്ട് 1 പ്രകാരം ഒരു ഗവൺമെന്റ് എംപ്ലോയി റിട്ടയർമെന്റ് ടൈമിൽ റിസീവ് ചെയ്യുന്ന ഗ്രാറ്റുവിറ്റി ഫുള്ളി exempted ആണ്. Case C, gratuity received at the time of termination of service by non-government employee including foreign government employee covered by the payment of gratuities ആണെന്നുണ്ടെങ്കിൽ there is a computation for getting taxable amount of gratuity. From that we have to compute it out. Then case C എന്താണ്? Case C എന്ന് പറയുന്നത് ടെർമിനേഷൻ ഓഫ് സർവീസിന്റെ ടൈമിൽ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ആയ ടൈമിൽ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഗ്രാറ്റുവിറ്റി ഒരു അസസി റിസീവ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ റിസീവ് ചെയ്തിരിക്കുന്ന ഒരു നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണ്, ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തിട്ടുണ്ട് കവേർഡ് ബൈ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റീസ് ആക്ടിലാണ്. പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിനകത്ത് കവർ ചെയ്തിരിക്കുന്ന ഗ്രാറ്റുവിറ്റിയാണ് റിസീവ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടാക്സബിൾ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക, സ്റ്റേറ്റ്മെന്റ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി. ദെൻ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് നമ്മളെടുത്ത് എഴുതുക. ഓക്കെ, ദെൻ പിന്നെ വരുന്നത് മിനിമം ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റഡ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 10 പാർട്ട് 2. ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ആണോ? സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 20 lakh rupees ആണ്. ഇറ്റ് ഈസ് നോട്ട് എ കമ്പ്യൂട്ടഡ് എമൗണ്ട്, ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി എമൗണ്ട് വിച്ച് യു ഹാവ് ടു ബി പേസ്റ്റ് ആൻഡ് കോപ്പി. ദെൻ ലാസ്റ്റ് കമ്പ്യൂട്ടേഷൻ 15/26 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് ഇൻറ്റു ലാസ്റ്റ് ഡ്രോൺ സാലറി. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് കിട്ടും. അപ്പോൾ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ആണോ, 20 lakh ആണോ, 15/26 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് ഇൻറ്റു ലാസ്റ്റ് റൗണ്ട് സാലറി ആണോ? ഇതിൽ ചെറിയ എമൗണ്ട് വിച്ച് ഓർ ഈസ് ലെസ് എമൗണ്ട് നമ്മൾ ഔട്ടർ കോളത്തിൽ എടുത്ത് എഴുതുക. ഈ എമൗണ്ട് ആണ് എക്സംപ്റ്റഡ് ഗ്രാറ്റുവിറ്റി. അപ്പോൾ നമുക്ക് ഗ്രാറ്റുവിറ്റി ആക്ച്വലി റിസീവ് ചെയ്തിരിക്കുന്നതെന്നെങ്കിലും നിന്നും എക്സംപ്റ്റഡ് ഗ്രാറ്റുവിറ്റി ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടാക്സബിൾ ഗ്രാറ്റുവിറ്റി കിട്ടും. ഓക്കെ, ഫ്രം ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ് വി ഹാവ് ടു ഡിഡക്ട് ദാറ്റ് എക്സംപ്റ്റഡ് ഗ്രാറ്റുവിറ്റി. On that we will get taxable gratuity amount. Then completed years of service, there is enough meaning on the term last drawn salary and completed years of service. For that we have to go through that particular things. It will be explained as 1 by 1, don't worry. Completed years of service in the sense when we are computing taxable amount of gratuity under gratuity covered under the payment of gratuity act, completed years of service includes any fraction in excess of 6 months. 6 മാസത്തിൽ കൂടുതൽ ഒരു അസസി ഒരു വർഷത്തിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞ് ഒരു ദിവസം കൂടെ കൂടുതൽ ജോലി ചെയ്താൽ മതി, അത് ഫുൾ ഇയർ ആയിട്ട് കൗണ്ട് ചെയ്യും. ദാറ്റ് ഈസ് 20 വർഷവും 5 മാസം 20 years and 5 months will be considered only as a 20 years. Then 20 years and 6 months considered only as 20 years. But 20 years 6 months and 1 day will be considered as 21 years. Okay, 20 വർഷവും 6 മാസവും ഒരു ദിവസം കൂടെ എക്സസ് ആയിട്ട് ജോലി ചെയ്തപ്പോൾ എന്തായി? 21 years ആയി. Here salary here means basic plus DA plus last drawn salary. Last drawn salary, or if your formula or equation indicates only the term salary, then here the salary means basic pay plus DA on last drawn. Okay, പുള്ളിക്കാരൻ റിട്ടയർ ചെയ്തിരിക്കുന്ന ലാസ്റ്റ് മാസത്തിൽ റിസീവ് ചെയ്തിരിക്കുന്ന ബേസിക് സാലറിയും DA ആണ് എന്ത് ചെയ്തിരിക്കുന്നത് അവിടെ വരുന്നത്. Then
gratuity not covered under the Payment of Gratuity Act. Okay, gratuity received on termination of service by non-government employee but not covered under the Payment of Gratuity Act. Actual gratuity received. Minimum of the following is exempted. Actual gratuity received ആണോ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ആയ 20 lakh ആണോ സെയിം ആസ് അബോവ് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് സെയിം ആണ്. പക്ഷേ ഇവിടെ ഇക്വേഷനിൽ വരുമ്പോൾ ഒരു ചെറിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് മേളിൽ നമ്മൾ ചെയ്തത് 15/26 ആയിരുന്നു. ബട്ട് ഇവിടെ വരുമ്പോൾ അതെന്താകുന്നുണ്ട് 15/30 ആകുന്നുണ്ട്. 15/30 into completed years of service into average salary. അപ്പോൾ ഈ 15/30 into completed years of service into average salary ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഒരു എമൗണ്ട് കിട്ടും. അങ്ങനെ 3 എമൗണ്ട്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ ചെറിയ എമൗണ്ട് ഔട്ടർ കോളത്തിൽ എഴുതുക. ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്, ദെൻ എക്സംപ്റ്റഡ് എമൗണ്ട് ലെസ് ചെയ്യുക. അതായത് മിനിമം അണ്ടർ ദ ഹെഡ് മിനിമം ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്ഷൻ അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 10 പാർട്ട് 3 കൺസിഡർ ചെയ്യുമ്പോൾ 3 എമൗണ്ട്സ് കിട്ടും. ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ആണോ, സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 20 lakh ആണോ, 15/30 into completed years of service into ആവറേജ് സാലറി ആണോ, വിച്ചർ ഈസ് ലെസ്. ഇത് 3 എണ്ണത്തിലും ചെറിയ എമൗണ്ട് എടുക്കുക, അത് ഔട്ടർ കോളത്തിൽ എഴുതുക. അതാണ് എക്സംപ്റ്റഡ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ദെൻ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, from that we have to deduct exempted gratuity, then we will get taxable amount of gratuity. Okay, here while calculating completed years of service ignore any fraction of the year. Okay, നമുക്കൊരു ഒരു ഇയറിൻ്റെ ഫ്രാക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പൂർണ്ണമായിട്ട് നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്ത് കളയും. ജസ്റ്റ് എക്സാമ്പിൾ, തൊട്ട് മുന്നേ നമ്മൾ കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് എന്ന് പറയുമ്പോൾ 20 years 6 months ആൻഡ് 1 day 21 year ആയിട്ട് കൺസിഡർ ചെയ്തു. പക്ഷേ ഗ്രാറ്റുവിറ്റി നോട്ട് കവേർഡിനകത്ത് വരുമ്പോൾ 20 years 6 months ആൻഡ് 1 day ഈക്വൽ ടു 20 years ആണ്. ദെൻ അടുത്ത 20 years ആൻഡ് 9 months ഓൾസോ വിൽ ബി കൺസിഡർ ആസ് ദ 20 year. Okay, then here basic salary means not, here basic salary is not basic salary, average salary. Here the average salary means basic plus DA in terms or forming part plus commission as fixed percentage of turnover being the last 10 months average salary immediately preceding the month of retirement. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഗ്രാറ്റുവിറ്റി നോട്ട് കവേർഡിനകത്ത് നമ്മളൊരു ടാക്സബിൾ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി കണ്ടുവരുന്ന സിറ്റുവേഷനിൽ നമ്മൾ സാലറി എടുക്കേണ്ടത് ബേസിക് സാലറി DA ഫോമിംഗ് പാർട്ട് പ്ലസ് കമ്മീഷൻ ആസ് ഫിക്സഡ് പെർസെൻറ്റേജ് ഓൺ ടേൺ ഓവർ. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന DA ഫോമിംഗ് പാർട്ടാണോ നോട്ട് ഫോമിംഗ് പാർട്ടാണോ എന്ന് ക്വസ്റ്റ്യനിൽ കൃത്യമായി ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പ്ലസ് കമ്മീഷൻ എടുക്കുക. കമ്മീഷൻ എടുക്കുന്നത് 2 ടൈപ്പ് കമ്മീഷൻസ് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. പ്രോഫിറ്റിൻ്റെ ബേസിൽ കമ്മീഷൻ തന്നിട്ടുണ്ടായിരിക്കും, ടേൺ ഓവറിൻ്റെ ബേസിൽ കമ്മീഷൻ തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം, ടേൺ ഓവറിൻ്റെ ബേസിലുള്ള കമ്മീഷൻ മാത്രം കൺസിഡർ ചെയ്യണം. Then if DA is not forming part of retirement benefit, then the same shall not be included in the salary for the above purpose. Okay, അപ്പോൾ DA എന്തല്ല, നോട്ട് ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്. DA നോട്ട് ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്നോ നോട്ട് ഇൻ ടേംസ് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്നൊക്കെ ക്വസ്റ്റിന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, സാലറി ഫുള്ളി ഇഗ്നോർ ചെയ്താണ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. Then section D, gratuity received after the death of an employee by legal hire is not taxable in the hands of recipient. Okay, after the death of an employee, gratuity received after the death of an employee, ഒരു എംപ്ലോയി ഡെത്ത് ആയതിനു ശേഷം റിസീവ് ചെയ്തിരിക്കുന്നത് എന്തല്ല, റിസീപ്പൻ്റെ ഹാൻഡ്സിൽ ടാക്സബിൾ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഗ്രാറ്റുവിറ്റി കഴിഞ്ഞാൽ ലീവ് സാലറി. ലീവ് സാലറി നമുക്കറിയാം, ഓൾറെഡി വി വിൽ ഗെറ്റ് സം ഡേയ്സ് ആസ് ലീവ്. ഇഫ് വി ആർ നോട്ട് അവൈലിംഗ് ദാറ്റ് പർട്ടിക്കുലർ നമ്പർ ഓഫ് ഡേയ്സ് ലീവ്സ്, we can surrender that particular number of days leaves to the employer. We can get it as a cash, in cash. Okay, that is what called, that particular process is called leave encashment. Okay, here under note number 6, leave salary or leave salary encashment or end leave salary, which have to be studied. It means if an employee is not availing any leaves which is allowed by the employer, then the employee can encash them. ഓക്കെ, എംപ്ലോയർ തന്നിരിക്കുന്ന ലീവ് നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് എൻകാഷ് ചെയ്യാൻ പറ്റും. ആ ലീവ് സാലറിനെയും കേസ് എ, കേസ് ബി, കേസ് സി എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഡ്യൂറിങ് ദ കണ്ടിന്യൂഷൻ ഓഫ് സർവീസ്, നമ്മൾ സർവീസിൽ ഇരിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ലീവ് എൻകാഷ് ചെയ്യാൻ പറ്റും. ഓൺ ടെർമിനേഷൻ ഓഫ് സർവീസ്, ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് റിസീവ്ഡ് ബൈ ഗവൺമെൻറ് എംപ്ലോയി, നമ്മളിപ്പോൾ റിട്ടയർമെൻറ്റ് ആവുന്ന ടൈമിലാണ് നമ്മൾ ലീവ് എൻകാഷ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയിക്ക് അത് റിസീവ് ചെയ്യാൻ പറ്റും, നോൺ ഗവൺമെൻറ് എംപ്ലോയിക്ക് അത് റിസീവ് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് 1 by 1 ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യാം. കേസ് എ, leave salary received during the continuation of service is fully taxable in the hands of both the government and non-government employee. Okay, gratuity പോലെ തന്നെയാണ്. ഗ്രാറ്റുവിറ്റി നമ്മൾ ഡ്യൂറിങ് ദ കണ്ടിന്യൂഷൻ ഓഫ് സർവീസിലാണെന്നുണ്ടെങ്കിൽ ഫുള്ളി ടാക്സബിൾ ആണ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ബോത്ത് ദി ഗവൺമെന്റ് ആൻഡ് നോൺ ഗവൺമെന്റ് എംപ്ലോയി. ആസ് സെയിം ആസ് ലൈക്ക് ഗ്രാറ്റുവിറ്റി, ലീവ് സാലറി, if it is a leave salary received
by government and non-government employee during the continuation of service is also taxable, fully taxable under the head salary. Then case B, leave salary received by the government employee on the termination of service is fully exempt under section 10 subsection 10A part 1. Okay, അതായത് ഒരു അസസി ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ടെർമിനേഷൻ ടൈമിൽ വെൻ ദ ടൈം ഓഫ് ടെർമിനേഷൻ ഒരു അസസി എന്തെങ്കിലും ഒരു സാലറി റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സാധനം അസസി ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ആസ് ഗ്രാറ്റുവിറ്റിയുടെ കേസിലും അങ്ങനെ തന്നെയാണ്. ഒരു ഗവൺമെൻറ് എംപ്ലോയി റിസീവ് ചെയ്യുന്ന ഗ്രാറ്റുവിറ്റി എമൗണ്ട് ടെർമിനേഷൻ അതായത് ഡ്യൂറിങ് ദ ടെർമിനേഷൻ ഓഫ് ടൈം അല്ലെന്നുണ്ടെങ്കിൽ റിട്ടയർമെന്റ് ടൈമിലാണ് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നത്. ആ റിസീവ് ചെയ്യുന്ന എംപ്ലോയി ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ലീവ് സാലറിക്കും അങ്ങനെ തന്നെയാണ്. ഒരു ഗവൺമെന്റ് എംപ്ലോയി റിട്ടയർമെന്റ് ടൈമിൽ മേടിക്കുന്ന ലീവ് സാലറി ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ദെൻ leave salary received by the non-government employee on termination of service. Okay, സർവീസ് ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു നോൺ ഗവൺമെന്റ് എംപ്ലോയി റിസീവ് ചെയ്യുന്ന ലീവ് സാലറിയുടെ കമ്പ്യൂട്ടേഷൻ ഇതാണ്. ഗ്രാറ്റുവിറ്റി പോലെ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുക. we have to prepare or draft a statement for computation of taxable amount of leave salary for non-government employee received during the termination of service. First step is actual leave salary received. Second step is minimum of the following is exempt under section 10 subsection 10 part 2. Then actual leave salary received or statutory limit. There is statutory limit rupees 3 lakh. Then 10 months into average salary into average salary per month. 10 months into average salary per month. Then fourth step 1 into completed years of service minus leave actually taken in terms of month into average salary per month. Okay, 1 into completed years of service minus leave actually taken in terms of month into average salary per month. Okay, ഇത് ചെയ്യുക. ഇത് മൂന്നും ചെയ്തതിന് ശേഷം മൂന്നിൻ്റെ 4 A B C D there is 4 steps. From that 4 steps output we have to consider the minimum amount. It has to be written in the outer column. That is what called exempted leave salary. തന്നിരിക്കുന്ന 4 സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ ആൻസർ കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം ഇതിൽ ചെറിയ എമൗണ്ട് ഔട്ടർ കോളത്തിൽ എടുത്ത് എഴുതുക. ആ എമൗണ്ട് ആണ് എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് ലീവ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സബിൾ ലീവ് സാലറിയിൽ നിന്നും എക്സംപ്റ്റഡ് ലീവ് സാലറി കുറയ്ക്കുക. ബാക്കിയുള്ള എമൗണ്ട് ടോട്ടൽ ലീവ് സാലറി ഓൾറെഡി റിസീവ് മൈനസ് എക്സംപ്റ്റഡ് ലീവ് സാലറി, then we will get taxable leave salary or encashment. Okay, ഇതാണ് അതിൻ്റെ നോർമൽ പ്രോസസ്. Then ആവറേജ് ഓഫ് ലാസ്റ്റ് 10 months അപ് ടു ദ റിട്ടയർമെന്റ്. നമ്മൾ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്ന സമയത്ത് ആവറേജ് സാലറി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ റിട്ടയർമെന്റ് മന്തിന് തൊട്ട് ബാക്കിലോട്ടുള്ള 10 മാസത്തിലെ സാലറിയാണ് എടുക്കുന്നത്. പക്ഷേ നമ്മൾ ലീവ് സാലറി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, എല്ലാവർക്കും തെറ്റിപ്പോകുന്നൊരു പോയിന്റ് ആണ്. അപ്പം ഏത് മാസമാണോ റിട്ടയർ ആകുന്നത് ആ റിട്ടയർ ആകുന്ന ദിവസം മുതൽ ബാക്കിലോട്ടുള്ള 10 മാസത്തെ ആവറേജ് സാലറി എടുക്കണം. ഓക്കെ, ഇവിടെ സാലറിക്കകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ബേസിക് പേ, DA ഫോമിംഗ് പാർട്ട്, കമ്മീഷൻ ആസ് ഫിക്സഡ് പെർസെൻറ്റേജ് ഓൺ ടേൺ ഓവർ. അവസാനത്തെ 10 മാസത്തെ എടുക്കണം, എന്നിട്ട് അതിൻ്റെ ആവറേജ് എടുക്കണം. ഓക്കെ, DA ഫോമിംഗ് പാർട്ട് ഓൺലി കൺസിഡർ, നോട്ട് ഫോമിംഗ് പാർട്ട് വിൽ ബി ഫുള്ളി ഇഗ്നോർഡ്. എനി ഫ്രാക്ഷൻ ഓഫ് ദ ഇയർ ഈസ് ഫുള്ളി ഇഗ്നോർഡ് ഫോർ കമ്പ്യൂട്ടേഷൻ ഓഫ് കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ്. നമ്മൾ ഗ്രാറ്റുവിറ്റിക്കകത്ത് എടുത്തതുപോലെ എന്ത് ചെയ്യത്തില്ല, ഫ്രാക്ഷൻ ഇയേഴ്സും നമ്മൾ കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് കമ്പ്യൂട്ട് ചെയ്യാൻ എടുക്കത്തില്ല. ലീവ് സാലറി കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? Any fraction will be fully ignored. Then leave credit, a new term is there called leave credit. Leave credit means leave allowed minus leave taken. Okay, leave allowed by the employer minus leave taken by the employee is called leave credit. Sometimes the question shows only the term called like leave credit. There is a leave credit of the employee for 3 months or 4 months. It will be shown like that. On that you have to understand that what is leave credit or how you will get the leave credit. Leave credit which indicates leave allowed by the employer minus leave taken by the employee. Okay, it has to be identified from that question. Then maximum 30 days of every completed years. Okay, sometimes that particular employer will give you or give employees more than 30 days as leave, but only that particular 30 days maximum amount will be considered by the income tax authority. Then leave salary over. Last point, case E, leave salary received after the death of an employee by a legal hire is not taxable in the hands of recipient. ഓക്കെ, ഒരു ലീവ് സാലറി ലീഗൽ ഹയർ ആണ് റിസീവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യത്തില്ല, നമുക്കത് ടാക്സബിൾ ആകത്തില്ല.
Then pension. Pension, we know, note number 7, pension in the sense another retirement benefit. Pension under section 17 subsection 1 part 2. Pension means periodical payment received by an employee after his retirement. When pension is received periodically by the employee, it is known as uncommuted pension. Pension is received in lump sum is known as commuted pension. Okay. Simple logic. ഒരു അസസി റിട്ടയർമെന്റ് ആയതിനു ശേഷം മാസം തോറും റിസീവ് ചെയ്തിരിക്കുന്ന ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാസം തോറും റിസീവ് ചെയ്യുന്ന പെൻഷനെയാണ്, അല്ലെങ്കിൽ പീരിയോഡിക്കലി നമ്മൾ റിസീവ് ചെയ്യുന്നത് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന പീരിയോഡിക്കൽ പെൻഷൻ അല്ലെങ്കിൽ നോർമലി മന്ത്ലി പെൻഷൻ എന്ന് പറയും. അതിനേക്കാൾ നമ്മൾക്ക് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയും. പക്ഷേ അസസി റിട്ടയർ ആയതിനു ശേഷം നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വലിയൊരു എമൗണ്ട്, ലംസം എമൗണ്ട് ഒരു അസസിക്ക് അല്ലെങ്കിൽ എംപ്ലോയിക്ക് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അസസി നേരെ പോയിട്ട് എന്ത് ചെയ്യും, പുള്ളിക്കാരൻ്റെ മെഡിക്കൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാറ്റസും ഹെൽത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ എമൗണ്ട് കമ്മ്യൂട്ട് ചെയ്ത് മേടിക്കാൻ പറ്റും. കമ്മ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മൈസ് ചെയ്ത് മേടിക്കുക എന്നുള്ളതാണ്. നമ്മൾ മുന്നോട്ട് മേടിക്കേണ്ട പെൻഷൻ ഒരു കമ്പ്യൂട്ടേഷൻ ഉണ്ടായിരിക്കും നമുക്ക് പെൻഷൻ തരുന്ന അതോറിറ്റിക്ക്. ആ പെൻഷൻ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് പെട്ടെന്ന് മേടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് ആ പ്രോസസ്സാണ് കമ്മ്യൂട്ടഡ് പെൻഷൻ. ഓക്കെ, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടത്, അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലി കിട്ടുന്ന പെൻഷനാണ്. കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് മേടിക്കുന്ന ടോട്ടൽ എമൗണ്ട് ആണ്. ദെൻ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പെൻഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് ഷോൺ ഇൻ ദ നോട്ട് ആക്ച്വലി, ബട്ട് വാട്ട് ഈസ് ടോട്ടൽ പെൻഷൻ ഇൻ ദ സെൻസ്, before going to study about the pension, we have the commuted pension to uncommuted pension. Third one is very important aspect, total pension in the sense, നമുക്ക് പെൻഷൻ തരുന്ന ഒരു അതോറിറ്റിക്ക് നമുക്ക് ഇത്ര എമൗണ്ട് ആണ് പെൻഷൻ തരേണ്ടത് എന്നുള്ളൊരു ആക്ച്വൽ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരിക്കും. ആ ടോട്ടൽ എമൗണ്ടിനെയാണ് അവർ മന്ത്ലി ആക്കി ഡിവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് പെൻഷൻ തരുന്നത്. ആ ടോട്ടൽ എമൗണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ഈ പറയുന്ന ടോട്ടൽ പെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, again, what is total pension in the sense, if an authority is giving us a pension, that particular authority already determined how much amount of total pension has to be distributed to me on monthly basis. Okay, that particular total amount is called total pension. Then one by one, KCA, uncommuted pension, that is monthly pension fully taxable in the hands of both the government and non-government employee. നമ്മൾ മന്ത്ലി റിസീവ് ചെയ്യുന്ന അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്താണ്, ഫുള്ളി ടാക്സബിൾ ആണ്. ഗവൺമെന്റ് എംപ്ലോയിക്ക് നോൺ ഗവൺമെന്റ് എംപ്ലോയിക്കും ടാക്സ് കൊടുക്കണം. ദെൻ കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ്ഡ് ബൈ ഗവൺമെന്റ് എംപ്ലോയി ഈസ് ഫുള്ളി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 10A1. ദെൻ കമ്മ്യൂട്ടഡ് പെൻഷൻ്റെ കേസ് എന്താണ്, കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് എംപ്ലോയിക്ക് അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. കമ്മ്യൂട്ട് ചെയ്ത് മേടിക്കുന്ന ഫുൾ എമൗണ്ട് ആയിട്ട് മേടിക്കുന്ന അല്ലെങ്കിൽ സമ്മൈസ് ചെയ്ത് മേടിക്കുന്ന എമൗണ്ട് ഗവൺമെന്റ് എംപ്ലോയിക്ക് നത്തിങ് ഈസ് ടാക്സബിൾ ഓൺ ദാറ്റ് ഹാൻഡ്സ്. ദെൻ കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ്ഡ് ബൈ എംപ്ലോയി who has already received gratuity. Okay, assessee non-government employee ആണെന്നുണ്ടെങ്കിൽ കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ്ഡ് ബൈ എംപ്ലോയി ഹൂ റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി ഓൾസോ റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി ആണെന്നുണ്ടെങ്കിൽ എക്സംപ്റ്റഡ് പെൻഷൻ ഈക്വൽ ടു 1/3 ഓഫ് ടോട്ടൽ പെൻഷൻ. ഓക്കെ, എക്സംപ്റ്റഡ് പെൻഷൻ ഈക്വൽ ടു 1/3 ഓഫ് ടോട്ടൽ പെൻഷൻ. ടാക്സബിൾ പെൻഷൻ ഈക്വൽ ടു കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ്ഡ് മൈനസ് 1/3 ഓഫ് ടോട്ടൽ പെൻഷൻ. ടോട്ടൽ പെൻഷൻ മീൻസ് ഫുൾ വാല്യൂ ഓഫ് പെൻഷൻ. For computing total pension, we have to make a back calculation from the commuted pension. Example, if commuted pension received is 12 lakh, being 60% of full value of pension, total pension equal to 1,20,000 divided by 60 into 100, that is 2 lakh. This is back calculation. Okay. ഒന്നുകൂടെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റിന് തന്നിരിക്കുന്ന ഒരിക്കലും ടോട്ടൽ പെൻഷൻ ആയിരിക്കത്തില്ല, ക്വസ്റ്റിന് തന്നിരിക്കുന്നത് കമ്മ്യൂട്ടഡ് പെൻഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസസി പെൻഷൻ റിസീവ് ചെയ്തിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഗ്രാറ്റുവിറ്റിയും ഓൾറെഡി റിസീവ് ചെയ്തിരിക്കുന്ന എംപ്ലോയി ആണോ എന്ന് നോക്കണം. അങ്ങനെയെങ്കിൽ ടോട്ടൽ പെൻഷൻ്റെ 1/3 ആണ് എക്സംപ്റ്റഡ് പെൻഷൻ. അപ്പോൾ ടോട്ടൽ പെൻഷൻ നമ്മൾ കമ്പ്യൂട്ടഡ് പെൻഷനിൽ നിന്ന് കണ്ടുപിടിക്കണം. ക്വസ്റ്റിനെ പറഞ്ഞിരിക്കും 1,20,000 രൂപയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പെൻഷൻ, ആ കമ്മ്യൂട്ട് ചെയ്തിരിക്കും മേടിക്കുന്ന പെൻഷൻ. ആ പെൻഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ പെൻഷൻ്റെ 60% പറഞ്ഞിരിക്കും. അപ്പോൾ 1,20,000 എന്ന് പറയുന്നത് 60 ആണ്. അങ്ങനെയാണെങ്കിൽ 100 എത്രയാണെന്ന് നോക്കണം. അങ്ങനെ ബാക്ക് കാൽക്കുലേഷൻ ചെയ്തിട്ട് ടോട്ടൽ വാല്യൂ ഓഫ് പെൻഷൻ 2 ലക്ഷം രൂപ കണ്ടുപിടിച്ചു. ആ 2 lakhന്റെ 1/3 66,667 ആണ് എന്തെന്ന് പറയുന്നത് എക്സംപ്റ്റഡ് പെൻഷൻ. ടാക്സബിൾ പെൻഷൻ എന്ന് പറയുന്നത് 1,20,000 66,667 ലെസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന
റിമൈനിങ് എമൗണ്ട് ആയിട്ടുള്ള 53,333 rupees ആണ് എന്തെന്ന് പറയുന്നത് ടാക്സബിൾ പെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ആണ്. Then commuted pension received by an employee who does not receive gratuity. ഒരു അസസി കമ്മ്യൂട്ടഡ് പെൻഷൻ മേടിക്കുന്നുണ്ട്, ആ കമ്മ്യൂട്ടഡ് പെൻഷൻ മേടിച്ചതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്തിട്ടില്ല, ഡസ് നോട്ട് റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ എക്സംപ്റ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സംപ്റ്റഡ് പെൻഷൻ എമൗണ്ട് 1/2 ഓഫ് ദ ടോട്ടൽ പെൻഷൻ ആണ് എടുക്കേണ്ടത്. ഓക്കെ, എക്സംപ്റ്റഡ് പെൻഷൻ എമൗണ്ട് 1/2 ഓഫ് ദ ടോട്ടൽ പെൻഷൻ്റെ 1/2 ആണ് നമുക്ക് എക്സംപ്റ്റഡ് പെൻഷനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഒരു അസസി നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണ്, ആ നോൺ ഗവൺമെൻറ് എംപ്ലോയി എന്ത് ചെയ്യുന്നില്ല, ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 1/2 ഓഫ് ദ ടോട്ടൽ പെൻഷൻ റിസീവ് ചെയ്യണം. ദെൻ ടാക്സബിൾ പെൻഷൻ ഈക്വൽ ടു കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ്ഡ് മൈനസ് 1/2 ഓഫ് ദ ടോട്ടൽ പെൻഷൻ. Then total pension means full value of pension, already we discussed. Then for computing total pension we have to make a back calculation from commuted pension. Then example, if commuted pension received is 1,20,000, 60% of the full value of pension, then we have to compute the total pension by making a back calculation, that is 2 lakh. Exempted pension equal to 2 lakh into 1/2, that is half. Already we discussed. Exempted pension എന്ന് പറയുന്നത് ഒരു ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യാത്ത നോൺ ഗവൺമെന്റ് എംപ്ലോയിക്ക് കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ് ചെയ്യുന്ന സമയത്ത് ടാക്സബിലിറ്റി നോക്കുമ്പോൾ എക്സംപ്റ്റഡ് ആക്കി കളയേണ്ട പെൻഷൻ 1/2 ഓഫ് ദ ടോട്ടൽ പെൻഷൻ ആണ്. ടോട്ടൽ പെൻഷന്റെ 1/2 എന്ത് ചെയ്യണം, എക്സംപ്റ്റഡ് ആക്കി കളയണം. അപ്പോൾ ടോട്ടൽ പെൻഷൻ 2 ലക്ഷം രൂപ എന്ന് ബാക്ക് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. അതിന്റെ 1/2 എടുക്കുമ്പോൾ 1 ലക്ഷം രൂപ എന്താണ്, എക്സംപ്റ്റഡ് പെൻഷൻ ആണ്. അപ്പോൾ ടാക്സബിൾ പെൻഷൻ ഈക്വൽ ടു 2 lakh minus 1 lakh, that is remaining 1,20,000 minus 1 lakh, that is 20,000 rupees ആണ് ടാക്സബിൾ പെൻഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അതാണ് വരുന്നത്. ദെൻ റിട്രച്ച്മെന്റ് കോമ്പൻസേഷനും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വോളണ്ടറി റിട്ടയർമെന്റ് കോമ്പൻസേഷനും കമ്പ്യൂട്ടേഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതല്ല, പക്ഷേ ജസ്റ്റ് പറയാം. റിട്രച്ച്മെന്റ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു അസസിനെ പിരിച്ചുവിടുന്ന സമയത്ത് കൊടുക്കുന്ന കോമ്പൻസേഷന്റെ ടാക്സബിലിറ്റി ആണ്. അതിന്റെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എന്ന് പറയുന്നത് 5 lakh ആണ്. കമ്പ്യൂട്ടേഷൻ ഉണ്ട്, മിനിമം ഓഫ് ദ ഫോളോയിങ് ആണ് നമുക്ക് അവിടെ ചെയ്യേണ്ടത്. അതിന്റെ കമ്പ്യൂട്ടേഷൻ ചെയ്തതിന് ശേഷം ഗ്രാറ്റുവിറ്റി പെൻഷനൊക്കെ ചെയ്തിരിക്കുന്ന അതേ ഫോർമാറ്റിൽ നമ്മളത് ചെയ്യണം. ദെൻ അത് കഴിഞ്ഞ് വരുന്നത് കോമ്പൻസേഷൻ റിസീവ്ഡ് അണ്ടർ ദ വോളണ്ടറി റിട്ടയർമെന്റ് സ്കീമിലാണ്. അതിൻ്റെയും സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എന്ന് പറയുന്നത് 5 lakh rupees തന്നെയാണ്. അത് ഇതിനകത്ത് വരുന്നതാണ്. ദെൻ നമുക്ക് ഇത്രയാണ് ഇതിൻ്റെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഫസ്റ്റ് പാർട്ട് വരുന്നത്. ബാക്കി അലവൻസും പെർക്വിസിറ്റ് എല്ലാം സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ദെൻ അലവൻസസിലോട്ട് പോകാം. അപ്പോൾ റിട്ടയർമെന്റ് ബെനിഫിറ്റ് കഴിഞ്ഞു. റിട്ടയർമെന്റ് ബെനിഫിറ്റ് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് അലവൻസസ് ആണ്. അലവൻസ് 3-4 കാറ്റഗറീസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞ ടൈമിൽ പറഞ്ഞു. ഫുള്ളി ടാക്സബിൾ അലവൻസസ് KCA. Then allowances or deductions from which depends on actual expenditure. Actual expenditure ബേസിൽ നമ്മൾ ലെസ് ചെയ്യുന്ന ഒരു ഐറ്റം അലവൻസസ് ഉണ്ട്. Then allowances or deductions from which do not depends on actual expenditure, that is statutory values in the basis നമ്മൾ deductions compute ചെയ്യുന്ന actual expenditures ഉണ്ട്. Then fully exempted allowances ന്റെ കാറ്റഗറി ഉണ്ട്. ഓക്കെ, then നമുക്ക് fully taxable allowances, fully exempted allowances, the allowances which depends upon actual expenditure, allowances which did not depends upon actual expenditure, that is statutory values in the basis taxable amount കണ്ടുപിടിക്കുന്ന കേസ്. Then KCA, fully taxable allowances. Fully taxable allowances ഏതൊക്കെയാണെന്ന് നോക്കാം. Dearness allowance, dearness to pay, city compensatory allowances, tiffin allowances, medical allowances, servant allowance, entertainment allowances, deputation allowances, dress allowances, other allowances unless specially exempted. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാറ്റഗറിയിലുള്ള DA, സിറ്റി കോമ്പൻസേറ്ററി, ടിഫിൻ അലവൻസസ്, മെഡിക്കൽ അലവൻസസ്, സെർവൻറ്റ് അലവൻസസ്, എൻ്റർടൈൻമെൻറ്റ് അലവൻസസ്, ഡെപ്യൂട്ടേഷൻ അലവൻസസ്, ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം എന്താണ്, ഫുള്ളി ടാക്സബിൾ അലവൻസസ് ആണ്. ഏറ്റവും ലാസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, അതർ അലവൻസസ് അൺലെസ് സ്പെഷ്യലി എക്സംപ്റ്റഡ്. സ്പെഷ്യലി എക്സംപ്റ്റഡ് അല്ല എന്ന് പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള എല്ലാം, സ്പെഷ്യലി എക്സംപ്റ്റഡ് അല്ല എന്ന് പറഞ്ഞിട്ടില്ല, ഒരു അലവൻസിന് സ്പെഷ്യലി എക്സംപ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. ദെൻ കേസ് ബി പറയുന്നത് അലവൻസസ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 14 ഓൺ ഡിഡക്ഷൻ ഫ്രം വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, ആക്ച്വൽ എക്സ്പെൻഡിച്ചറിൻ്റെ ബേസിൽ ഡിഡക്ഷൻ കൊടുക്കുന്ന ഐറ്റംസ്, അതായത് പറയാം ഏതൊക്കെയാണ് ആ ടൈപ്പ് എന്ന് പറയാം. ട്രാവൽ ഓർ ട്രാൻസ്ഫർ അലവൻസസ്, ഡെയിലി അലവൻസസ്, കൺവെയൻസ് അലവൻസസ്, അസിസ്റ്റന്റ് അലവൻസസ്, പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അലവൻസസ്, യൂണിഫോം അലവൻസസ്. മെയിൻലി ഈ പറഞ്ഞിരിക്കുന്ന അലവൻസസ് എല്ലാം
ആക്ച്വൽ എക്സ്പെൻഡിച്ചറിൻ്റെ ബേസിസിലാണ് എന്താവുന്നത് ടാക്സിബിൾ ആവുന്നത്. ദാറ്റ് ഈസ് നമുക്കൊരു ഈ ഒരു പറഞ്ഞിരിക്കുന്ന ട്രാവലെന്നോ ട്രാൻസ്ഫർ അലവൻസസ് എന്നോ അല്ലെങ്കിൽ ഡെയിലി അലവൻസസ് എന്നോ കൺവെയൻസ് അലവൻസസ് എന്നോ അസിസ്റ്റന്റ് അലവൻസസ് എന്നോ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അലവൻസസോ യൂണിഫോം അലവൻസസ് എന്നോ പറഞ്ഞ് നമുക്കൊരു അലവൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ അലവൻസ് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ടാക്സബിലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ടാക്സബിൾ എമൗണ്ട് ഈക്വൽ ടു എമൗണ്ട് റിസീവ്ഡ് മൈനസ് എമൗണ്ട് സ്പെൻഡ്. ഓക്കെ, ആക്ച്വൽ എക്സ്പെൻഡിച്ചറിൻ്റെ ബേസിൽ നമുക്ക് എന്തെങ്കിലും ഒരു പർപ്പസിനുള്ള ഒരു എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എംപ്ലോയിക്ക് എന്ത് തരുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന അലവൻസസ് തരുന്നത്. ആ അലവൻസസിൻ്റെ എക്സംപ്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് എമൗണ്ട് ഈക്വൽ ടു എമൗണ്ട് സ്പെൻഡ് ആണ്. ടാക്സബിൾ എമൗണ്ട് ഈക്വൽ ടു എമൗണ്ട് റിസീവ്ഡ് മൈനസ് എമൗണ്ട് സ്പെൻഡ്. ടാക്സബിൾ എമൗണ്ട് എന്ന് പറയുന്നത് എമൗണ്ട് റിസീവ്ഡ് മൈനസ് എമൗണ്ട് സ്പെൻഡ് ആണ്. ഓക്കെ, ദെൻ അതായത് ജസ്റ്റ് എക്സാമ്പിൾ, യൂണിഫോം അലവൻസിന് യൂണിഫോം മേടിക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയിക്ക് ഒരു 2000 rupees കൊടുക്കുകയാണ്. അപ്പോൾ 2000 rupeesൽ 1500 rupees കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് എംപ്ലോയി യൂണിഫോം മേടിക്കുന്നത്. അപ്പം ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്നത് 2000 ആയിരിക്കും, മൈനസ് 1500 എന്ന് പറയുന്നത് എമൗണ്ട് സ്പെൻഡ് ആണ്. ഡിഫറൻസ് ഒരു 500 rupees ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്ന ടാക്സബിൾ എമൗണ്ട് ആയിട്ട് എടുക്കുന്നത്. ദെൻ കേസ് ബി പറയുന്നത് under section 10 subsection 14 part 2 deductions from which do not depend upon actual expenditure. Okay, actually expenditure ബേസിസിൽ അല്ലാതെ ഉണ്ടാവുന്ന ഡിഡക്ഷൻസ് ഉണ്ടാവുന്ന കേസാണ്. ഓക്കെ, നോട്ട് നമ്പർ 11 ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്. ഓക്കെ, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിൽഡ്രൻ്റെ ഒരു എംപ്ലോയിയുടെ ചിൽഡ്രൻ്റെ എഡ്യൂക്കേഷൻ്റെ കോസ്റ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അലവൻസ് ആണ് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസിൻ്റെ ആക്ച്വൽ എക്സ്പെൻഡിച്ചറിനെ നോക്കിയിട്ടല്ല എന്ത് ചെയ്യുന്നത് ഇൻകം ടാക്സ് അതോറിറ്റി ടാക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സംപ്റ്റഡ് എമൗണ്ട് എത്രയായിരിക്കും കൊടുക്കേണ്ടത്, ബാക്കി ടാക്സബിൾ എമൗണ്ട് എത്രയായിരിക്കും നമുക്ക് നോക്കാം. സ്റ്റാറ്റ്യൂട്ടറി വാല്യൂസിൻ്റെ ബേസിസാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ പറഞ്ഞിരിക്കുന്ന അലവൻസസ് ഒക്കെ വാല്യൂ ചെയ്യുന്നത്. ഫോർ എംപ്ലോയീസ് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ പർപ്പസ് എക്സംപ്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് ₹100 per month per child, maximum 2 children. ഓക്കെ, ₹100 per month per child ആണ്. ബി ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ഫോർ ഈച്ച് ചൈൽഡ്, മാക്സിമം 2 children. ഓക്കെ, ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ഫോർ ഈച്ച് ചൈൽഡ്, മാക്സിമം 2 children. ₹100 per month per child ആണോ, ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ഫോർ ഈച്ച് ചൈൽഡ് ആണോ, മാക്സിമം 2 children. വിച്ച് എവർ ഈസ് ലെസ് ആണ് എക്സംപ്റ്റഡ്. ഓക്കെ, വിച്ച് എവർ ഈസ് ലെസ് ഈസ് exempted. Taxable amount of allowance equal to amount actually received minus exempted amount. സിമ്പിൾ ആണ്. അപ്പോൾ നമുക്ക് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസിന് ആയിട്ട് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയി ആണ്. ഇഫ് ആൻ എംപ്ലോയി റിസീവ്സ് ആൻ അലവൻസ് കോൾഡ് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ദ ടാക്സബിൾ എമൗണ്ട് വിൽ ബി കൺസിഡർഡ് actual allowance actually received minus exempted amount. Exempted amount will be considered by considering two rules, that is rule number A, 100 per month per child, maximum 2 children, that is 200 per month. Then actual amount received for each child, whichever is less is exempt amount. Okay, ഒരു കുഞ്ഞിന് 100 രൂപ എന്നുള്ളക്ക് രണ്ട് പിള്ളേർക്ക് ഒരു മാസം 200 രൂപ, അങ്ങനെ ഒരു വർഷത്തേക്ക് 200 into 12, that is 2400 rupees കിട്ടും. 2400 ആണോ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ആണോ, വിച്ചെവർ ഈസ് ലെസ് ഈസ് എക്സംപ്റ്റഡ്. ഇതിൽ ചെറിയ എമൗണ്ട് ആണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് എക്സംപ്റ്റഡ് എമൗണ്ട് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. സപ്പോസ് എംപ്ലോയിക്ക് 3 കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അലവൻസ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ കുഞ്ഞിന് കിട്ടുന്ന എമൗണ്ട് ഫുള്ളി ടാക്സബിൾ ആയിരിക്കും എന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ ഓർത്തോണം. ഓക്കെ, ദെൻ ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ് സെയിം ആസ് അബോ. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് പോലെ തന്നെയാണ് ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ്. ഫോർ വാട്ട് പർപ്പസ് എംപ്ലോയർ ഈസ് ഗിവിംഗ് ദിസ് പർട്ടിക്കുലർ അലവൻസ് ഇൻ ദ സെൻസ് it is to meet the expenses of the employee with regards to children hostel facility when the time of എഡ്യൂക്കേഷൻ. ഓക്കെ, നമ്മൾ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ടൈമിൽ ചിൽഡ്രൻസിന് നമ്മൾ എന്ത് ചെയ്യും, ഹോസ്റ്റൽ നിർത്തിയിട്ടായിരിക്കും സ്റ്റഡീസ് പ്രൊവൈഡ് ചെയ്യുക. ആ ടൈമിൽ ഉണ്ടാകുന്ന എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ് കൊടുക്കുന്നത്. ദെൻ എക്സംപ്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് 300 per month per child ആണോ, ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ഫോർ ഈച്ച് ചൈൽഡ് ആണോ, വിച്ച് എവർ ഈസ് ലെസ് ഈസ് എക്സംപ്റ്റഡ്. ഓക്കെ, 300 per month per child ആണോ, ₹300 per month per child ആണോ, ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ആണോ, വിച്ച് എവർ ഈസ് ലെസ് ഈസ് എക്സംപ്റ്റഡ്. ഇതിൽ ചെറിയ എമൗണ്ട് ആണ് നമ്മൾ എന്താണെന്ന് പറയുന്നത് എക്സംപ്റ്റഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, ടാക്സബിൾ എമൗണ്ട് ഓഫ് അലവൻസ് ഈക്വൽ ടു എമൗണ്ട് ആക്ച്വലി റിസീവ്ഡ് മൈനസ് എക്സംപ്റ്റഡ് എമൗണ്ട്. ടാക്സബിൾ എമൗണ്ട് ഓഫ് അലവൻസ് ഈക്വൽ ടു അലവൻസ് ആക്ച്വലി റിസീവ്ഡ് മൈനസ് എക്സംപ്റ്റഡ് എമൗണ്ട്. ഓക്കെ, അപ്പോൾ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസും ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസും തമ്മിലുള്ള ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസിന് 100 രൂപ വെച്ചിട്ടാണ്, ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസിന് 300 rupees വെച്ചിട്ടാണ് നമുക്ക് ചാർജ് ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ. ദെൻ കോമൺ പോയിന്റ്സ് ഫോർ എഡ്യൂക്കേഷൻ അലവൻസ് ആൻഡ് ഹോസ്റ്റൽ അലവൻസിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
Children includes adopted child, stepchild, but does not include illegitimate child and grandchild. Children എന്ന് പറയുമ്പോൾ നമുക്ക് അഡോപ്റ്റഡ് ചൈൽഡോ ആവാം, സ്റ്റെപ്പ് ചൈൽഡോ ആവാം, ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ്. ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡോ ഗ്രാൻഡ് ചൈൽഡോ ആവാൻ പാടില്ല. ഓക്കെ. ചൈൽഡ് മേ ബി മേജർ ഓർ മൈനർ. 18 വയസ്സിൽ കൂടുതലോ കുറവോ ഉള്ള ചൈൽഡ് ആവാൻ നമുക്ക് ഇങ്ങനെ ഒരു ഫെസിലിറ്റി കിട്ടുന്ന ടൈമിൽ നമുക്ക് ടാക്സബിലിറ്റി നോക്കുമ്പോൾ ഒരു അസസിക്ക് ഉണ്ടാകുന്നത് ചിലപ്പോൾ എബോവ് 80 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ ബിലോ 80s ആയിരിക്കും. എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. Deduction is available irrespective of actual expenditure incurred on education of child. Deduction is available irrespective of actual expenditure. നമുക്കറിയാം ആക്ച്വൽ എക്സ്പെൻഡിച്ചർ നമ്മൾ മൈൻഡ് ചെയ്യാതെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന റിഡക്ഷൻ ക്ലെയിം ചെയ്യുന്നത് incurred on education of child. ഓക്കെ, ഈ ചൈൽഡിൻ്റെ എഡ്യൂക്കേഷനായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട്. ദെൻ ട്രക്ക് ഡ്രൈവേഴ്സ് അലവൻസ്, അതായത് ഈ ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക്, അവിടുത്തെ ട്രക്കുകൾ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക്, അവിടുത്തെ എംപ്ലോയിക്ക് ഓരോ സ്ഥലങ്ങളിൽ ട്രക്കും കൊണ്ട് പോകുന്ന സമയത്തുണ്ടാകുന്ന എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, എമൗണ്ട് കൊടുക്കും. അതാണ് ട്രക്ക് ഡ്രൈവേഴ്സ് അലവൻസ് എന്ന് പറയുന്നത്. എക്സംപ്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് 70% ഓഫ് അലവൻസ് ഓർ 10,000 പെർ മന്ത് വിച്ച് ഓർ ഈസ് ലെസ് ഈസ് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ടോട്ടലി കിട്ടിയിരിക്കുന്ന അലവൻസസിൻ്റെ, ഒരു മാസം കിട്ടിയിരിക്കുന്ന അലവൻസസിൻ്റെ 70% ആണോ 10,000 പെർ മന്ത് ആണോ വിച്ച് ഓർ ഈസ് ലെസ് ഈസ് എക്സംപ്റ്റഡ് ആണ് നോക്കേണ്ടത്. പ്രൊവൈഡഡ് സച്ച് എംപ്ലോയി ഈസ് നോട്ട് ഇൻ ദ റിസീപ്റ്റ് ഓഫ് ഡെയിലി അലവൻസ്. എംപ്ലോയി ഡെയിലി അലവൻസ് മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഡെയിലി ആണ് റിസീപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞിരിക്കുന്ന ട്രക്ക് ഡ്രൈവറുടെ അലവൻസ് എംപ്ലോയി കൊടുക്കുന്നത് ഓൺ ഡെയിലി ബേസിസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഡെയിലി ബേസിസിൽ റിസീവ് ചെയ്യുന്ന ഈ പറഞ്ഞിരിക്കുന്ന അലവൻസ് എന്താണ്, ഫുള്ളി ടാക്സബിൾ ആണ്. ഓക്കെ, അതല്ല മന്ത്ലി ബേസിസിലാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ 70% ഓഫ് അലവൻസ് ആണോ 10,000 പെർ മന്ത് ആണോ വിച്ച് ഓർ ഈസ് ലെസ് ഈസ് എക്സംപ്റ്റഡ്. അപ്പോൾ ടാക്സബിൾ എമൗണ്ട് ഓഫ് അലവൻസ് ഈക്വൽ ടു അലവൻസ് ആക്ച്വലി റിസീവ്ഡ് ആണോ മൈനസ് എക്സംപ്റ്റഡ് എമൗണ്ട് ആണോ. നമ്മൾ മേളിൽ പറഞ്ഞിരിക്കുന്ന 70% ഓഫ് അലവൻസോ 10,000 പെർ മന്ത് വെച്ചിട്ട് നമ്മൾ എക്സംപ്റ്റഡ് എമൗണ്ട് കണ്ടുപിടിക്കും. ആ കണ്ടുപിടിച്ചിരിക്കുന്ന എമൗണ്ട് ആണ് എക്സംപ്റ്റഡ് എമൗണ്ട്. അതിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ടാക്സബിൾ എമൗണ്ട് ഓഫ് അലവൻസ് ഈക്വൽ ടു അലവൻസ് ആക്ച്വലി റിസീവ്ഡ് മൈനസ് എക്സംപ്റ്റഡ് എമൗണ്ട് ചെയ്യണം. ദെൻ ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന റെസിഡൻസും ഓഫീസിലും പോകാൻ വേണ്ടിയിട്ട്, അതായത് വീട്ടിൽ നിന്ന് ഓഫീസിലോട്ട് പോകാൻ വേണ്ടിയിട്ടും ഓഫീസിൽ നിന്നും വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ് ആയിട്ട് മീറ്റ് ചെയ്തിട്ടുള്ള ഒരു അലവൻസ് ആണ്. ഈ അലവൻസ് ആപ്ലിക്കബിൾ ആകുന്നത് അവൈലബിൾ ടു അസസി ഇൻ ബ്ലൈൻഡ്, ഡെഫ് ആൻഡ് ഡം, ഓർത്തോപീഡിക്കലി ഹാൻഡിക്യാപ്ഡ്. ഈ പറഞ്ഞിരിക്കുന്ന അസസികൾക്ക് മാത്രമേ എന്ത് വരുന്നുള്ളൂ, ഈ പറഞ്ഞിരിക്കുന്ന ഒരു ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് പറയുന്ന സാധനം ആപ്ലിക്കബിൾ ആവുന്നത്. ഓക്കെ, എക്സംപ്റ്റഡ് എമൗണ്ട് ഈക്വൽ ടു 3,200 പെർ മന്ത് ആണോ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ആണോ വിച്ച് എവർ ഈസ് ലെസ് ഈസ് എക്സംപ്റ്റഡ്. ഓക്കെ, ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന റെസിഡൻസും ഹോമിൽ നിന്ന് റെസിഡൻസിലോട്ട് പോകാനുള്ള എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അത് നോർമലി ഫുള്ളി ടാക്സബിൾ ആണ്. ബട്ട് അസസി ബ്ലൈൻഡോ ഡെഫ് ആൻഡ് ഡംബോ ഓർത്തോപീഡിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അസസി ആണെന്നുണ്ടെങ്കിൽ, ഇഫ് ദാറ്റ് പർട്ടിക്കുലർ അസസി ഈസ് സഫറിംഗ് ഫ്രം ദാറ്റ് പർട്ടിക്കുലർ ഏരിയ, then that particular assessee can claim deduction exemption, that is 3,200 per month ആണോ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ആണോ വിച്ച് എവർ ഈസ് ലെസ് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ടാക്സബിൾ എമൗണ്ട് ഓഫ് അലവൻസ് ഈക്വൽ ടു അലവൻസ് ആക്ച്വലി റിസീവ്ഡ് മൈനസ് എക്സംപ്റ്റഡ് എമൗണ്ട്. ഓക്കെ, അലവൻസ് ആക്ച്വലി റിസീവ്ഡ് ആണോ എക്സംപ്റ്റഡ് എമൗണ്ട്, അലവൻസ് ആക്ച്വലി റിസീവ് ചെയ്തിരിക്കുന്നത് എക്സംപ്റ്റഡ് എമൗണ്ട് ലെസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാക്സബിൾ എമൗണ്ട് ആക്കി ടാക്സ് ചെയ്താൽ മതി. ദെൻ ഹൗസ് റെൻറ്റ് അലവൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അലവൻസ് ആണ് എച്ച് ആർ എ ഹൗസ് റെൻറ്റ് അലവൻസ്. ഹൗസ് റെൻറ്റ് അലവൻസിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ അലവൻസ് ഗിവൺ ബൈ ദ എംപ്ലോയർ ടു മീറ്റ് ദ റെൻറ്റ് എക്സ്പെൻസസ് ഓഫ് ആൻ എംപ്ലോയി. ഒരു എംപ്ലോയിയുടെ റെൻറ്റ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയി കൊടുക്കുന്ന അലവൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന എച്ച് ആർ എ എന്ന് പറയുന്നത് ഹൗസ് റെൻറ്റ് അലവൻസ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ എച്ച് ആർ എ റിസീവ്ഡ് നമ്മൾ ആദ്യം സ്റ്റേറ്റ്മെൻറ്റിനകത്ത് എടുത്ത് എഴുതുക. ദെൻ മിനിമം ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റഡ്. നമ്മൾ ഗ്രാറ്റുവിറ്റി പെൻഷനൊക്കെ കമ്പ്യൂട്ട് ചെയ്ത ടൈമിൽ ഉപയോഗിച്ച ഒരു ഇത് തന്നെയാണ്. ലീവ് സാലറി ഒക്കെ ചെയ്ത സമയത്ത് അതേമാതിരി ഒരു എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന അതേമാതിരി ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. മിനിമം ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റഡ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 13A. ദെൻ ആക്ച്വൽ എച്ച് ആർ എ റിസീവ്ഡ് ആണോ, റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി ആണോ, 40% ഓർ 50% ഓഫ് സാലറി ആണോ, വിച്ച് എവർ ഈസ് ലെസ് ഈസ് എക്സംപ്റ്റഡ്. അപ്പോൾ ആക്ച്വൽ എച്ച് ആർ എ റിസീവ്ഡിൽ നിന്നും എക്സംപ്റ്റഡ് എമൗണ്ട് കുറയ്ക്കുമ്പോൾ ബാക്കിയുള്ള എമൗണ്ട് ടാക്സബിൾ എച്ച് ആർ എ ആവും. ഓക്കെ, ദെൻ സാലറിയുടെ മീനിങ് എന്ന് പറയുന്നത്
Here salary equal to basic pay plus DA forming part plus commission as fixed percentage on turnover. Okay, salary equal to basic pay plus DA forming part plus commission as fixed percentage on turnover. Okay, ഓർക്കണം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന allowances tax ചെയ്യുന്ന സമയത്ത് when the time of taxable, when we are discussing about the taxability of allowances, here the salary means basic pay plus DA forming part plus commission as fixed percentage turnover only will be considered. Then 40% of salary or 50% of salary എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ എടുക്കേണ്ടത് അസസിക്ക് കിട്ടിയിരിക്കുന്ന if assessee residing in a city or metro cities like Mumbai, Delhi, Chennai, Kolkata, then 50% of the salary will be considered, otherwise 40% of the salary will be considered. Okay, salary means basic pay plus DA plus forming part plus commission as fixed percentage on turnover. ഇതാണ് നമുക്ക് അവിടെ നോക്കേണ്ടത്. പിന്നെ സാലറി ഇപ്പോൾ നമുക്കിപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരിക്കും. ഒരു ലോസ്റ്റ് ഡൗൺ സാലറി നമ്മൾ പഠിച്ചു ഗ്രാറ്റുവിറ്റിയിൽ, പിന്നെ നമുക്ക് ആവറേജ് സാലറി 10 months ആവറേജ് സാലറി പഠിച്ചു. പക്ഷേ HRA കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത്, ഹൗസ് റെന്റ് അലവൻസ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ട സാലറി എന്ന് പറയുന്നത് ഇപ്പം HRA റിസീവ് ചെയ്തിരിക്കുന്ന മാസം, എത്ര മാസമാണോ നമ്മൾ റെൻറ്റ് കൊടുത്തുകൊണ്ട് വീട്ടിൽ താമസിക്കുന്നത് അത്രയും മാസത്തെ സാലറിയാണ് നമ്മൾ എടുക്കേണ്ടത്. സാലറി ഫോർ ദ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് HRA. ഓക്കെ, ഇൻ കേസ് നമുക്ക് ഹൗസ് റെന്റ് അലവൻസ്, ഇഫ് പർട്ടിക്കുലർ എംപ്ലോയി ഈസ് റിസീവിംഗ് ഹൗസ് റെന്റ് അലവൻസ് HRA ആൻഡ് ഹി ഈസ് നോട്ട് പേയിങ് any kind of amount as rent or anything other than like that, but so the amount which he received as HRA will be fully taxable. Okay, if that particular assessee is paying any amount as like rent or something like that, he will be eligible to get deduction or eligible to get exemption under section 10 subsection 13A HRA exemption. Okay, അത് നമ്മൾ മൈൻഡ് ചെയ്യണം. നമ്മൾ റെൻ്റ് അടയ്ക്കാതെ സ്വന്തം വീട്ടിലോ വേറൊരാളുടെ കൂടെയോ നമ്മൾ അക്കമ്പനി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം, റെൻ്റ് അടയ്ക്കാതെയാണ് നമുക്ക് ഹൗസ് റെൻ്റ് അലവൻസ് കിട്ടുന്നത്. ഈ സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കും, നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഫുള്ളി ടാക്സബിൾ ആവും. പക്ഷേ റെൻ്റ് അടയ്ക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന അലവൻസ് എടുക്കാൻ പറ്റുള്ളൂ. ദെൻ fully exempted allowances. Fully exempted allowances എന്ന് പറയുമ്പോൾ allowances to the government employee being an Indian citizen working outside India. ഒരു ഗവൺമെൻറ് എംപ്ലോയി ഇന്ത്യക്ക് പുറത്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ്, അവിടെ കിട്ടുന്ന അലവൻസസും പെർക്വിസിറ്റ്സും കാര്യങ്ങളും എല്ലാം ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ദെൻ അലവൻസസ് ടു UNO. ഓക്കെ, UNOയിൽ നിന്ന് ഫ്രം അലവൻസസ് റിസീവ്ഡ് ഫ്രം UNOയിൽ നിന്നും കിട്ടും, യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷൻസിൽ നിന്നും കിട്ടുന്ന അവിടുത്തെ എംപ്ലോയീസിന് കിട്ടുന്ന അലവൻസസ് എല്ലാം ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. കോമ്പൻസേറ്ററി അലവൻസസ് അണ്ടർ സെക്ഷൻ 222 സബ്സെക്ഷൻ 2 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് കോമ്പൻസേറ്ററി അലവൻസ് ഒരു ജഡ്ജിനെ ഒരു സ്ഥലത്ത് നിന്നും ഒരു സ്പെഷ്യൽ കേസിന് വേറൊരു സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന അവരുടെ ഒരു ടെണർ കഴിയാത്ത സമയത്ത്, ഒരു 5 years ആണ് ഒരു ജഡ്ജിൻ്റെ എക്സാമ്പിൾ, 5 years ആണ് ഒരു ജഡ്ജിൻ്റെ ടെണർ എന്നുണ്ടെങ്കിൽ ആ 5 years കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഒരു കോർട്ടിൽ നിന്ന് വേറൊരു കോർട്ടിലോട്ട് പുള്ളിക്കാരനെ ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ജോബ് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കുന്ന അലവൻസ് ആണ് കോമ്പൻസേറ്ററി അലവൻസ് അണ്ടർ Article 222 subsection 2 of the Constitution. It is fully exempted. Then allowances to judges of High Court and Supreme Court. High Court lo Supreme Court, അതായത് സ്റ്റേറ്റ് കോർട്ടിൻ്റെയോ സെൻട്രൽ കോർട്ടിൻ്റെയോ ജഡ്ജസിന് കൊടുക്കുന്ന അലവൻസസ് എല്ലാം ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. Then allowances to teacher or professor from SARC, South Asian Association of Regional Corporation member state. അതായത് സാർക്കിൻ്റെ മെമ്പറായിട്ടുള്ള മെമ്പർ സ്റ്റേറ്റ്സിനുള്ള പ്രൊഫസേഴ്സിനോ ടീച്ചേഴ്സിനോ കൊടുക്കുന്ന അലവൻസ്, സാർക്ക് കൊടുക്കുന്ന അലവൻസും പെർക്വിസിറ്റ്സും കാര്യങ്ങളെല്ലാം ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. അലവൻസസ് ഓർ പെർക്വിസിറ്റ് ടു മെമ്പർ ഓഫ് യൂണിയൻ പബ്ലിക് കമ്മീഷൻ. ഓക്കെ, UPSCയിലെ മെമ്പേഴ്സിന് കൊടുക്കുന്ന അലവൻസസും പെർക്വിസിറ്റും അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 45 പ്രകാരം എക്സംപ്റ്റഡ് ആണ്. എനി അതർ പെർക്വിസിറ്റ്സ് ഇഫ് ഇറ്റ് ഈസ് മെൻഷൻഡ്. ഓക്കെ, ഫുള്ളി എക്സംപ്റ്റഡ് ആണെന്ന് ഇൻകം ടാക്സ് പറയുന്ന ഏതെങ്കിലും പെർക്വിസിറ്റ് ഉണ്ടോ എന്ന് അലവൻസസ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ ആ അലവൻസസ് നമ്മൾ എന്ത് ചെയ്യും, ഫുള്ളി എക്സംപ്റ്റഡ് ആക്കി കാണും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് പെർക്വിസിറ്റ് അണ്ടർ സെക്ഷൻ 17 സബ്സെക്ഷൻ 2 എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ, പെർക്വിസിറ്റ്സ് മീൻ ആൻ എക്സ്ട്രാ ബെനിഫിറ്റ് ഓഫേർഡ് ബൈ employer to employee, but it may be monetary benefit or non-monetary benefit in addition to the salary or wages. Okay, സാലറിക്കോ വേജസിനോ പുറമെ ഒരു എംപ്ലോയി കൊടുക്കുന്ന നോൺ മോണിറ്ററി ബെനിഫിറ്റ്സിനെ നമുക്ക് എന്ത് പറയാം, മേ ബി അത് മോണിറ്ററി ആവാം അല്ലെങ്കിൽ നോൺ മോണിറ്ററി ആവാം. ആ ബെനിഫിറ്റ്സിനെ സാലറിക്കും വേജസിനും പുറമേ കൊടുക്കുന്ന അല്ലെങ്കിൽ അലവൻസസിനും പുറമേ കൊടുക്കുന്ന അഡീഷണൽ ബെനിഫിറ്റ്സിനെയാണ്, അല്ലെ അമോൾമെൻറ്റ്സിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ഈ പറഞ്ഞിരിക്കുന്ന
പെർക്വിസിറ്റ്സ് എന്ന് പറയാൻ പറ്റും. ജസ്റ്റ് എക്സാമ്പിൾ തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത RFA, റെന്റ് ഫ്രീ അക്കോമഡേഷൻ. റെന്റ് ഫ്രീ എന്ന് പറയുന്ന അക്കോമഡേഷനും ഹൗസ് റെന്റ് അലവൻസ് HRA നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു. ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എംപ്ലോയിക്ക് വീട് റെന്റിന് എടുത്തിട്ട് കയറി താമസിക്കാൻ വേണ്ടിയിട്ട് ആവുന്ന എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയി കൊടുക്കുന്ന അലവൻസസ് ആണ് ഹൗസ് റെന്റ് അലവൻസ് HRA. അറ്റ് ദ സെയിം ടൈം that particular employer can also provide the rent free accommodation to the employee. ഓക്കെ, അതായത് HRA ഹൗസ് റെന്റ് അലവൻസ് കൊടുക്കുന്നതിന് പകരം പുള്ളിക്കാരൻ എന്ത് ചെയ്യാൻ പറ്റും? ഒരു എംപ്ലോയിക്ക് ഒരു കോട്ടേഴ്സ്, ഒരു വീടോ എന്തെങ്കിലും വിട്ടുകൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ എന്തെന്ന് പറയും? റെന്റ് ഫ്രീ അക്കോമഡേഷൻ, RFA എന്ന് പറയും. ഒരു വീട് വിട്ടുകൊടുത്തിട്ട് കയറി താമസിക്കാൻ പറയുന്നതിന് നമ്മൾ പറയുന്നത് എന്താണ്? അത് പെർക്വിസിറ്റ് ആണ്, അതൊരു ബെനിഫിറ്റ് ആണ് കൊടുക്കുന്നത്. HRA ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെന്റ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടി എംപ്ലോയിക്ക് കൊടുക്കുന്നതാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇവിടെ നമുക്ക് അണ്ടർ സെക്ഷൻ 17 സബ്സെക്ഷൻ 2 റൂൾ 3 പ്രകാരം നമുക്ക് സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതായത് അലവൻസസിനോ നോർമലി ഉള്ള സാലറിക്കോ എംപ്ലോയിക്ക് ഇവിടെ ബൈഫർക്കേഷൻസ് ഇല്ല. ഓൾ എംപ്ലോയിക്ക് എന്താണ്? അലവൻസസും ഈ പറഞ്ഞിരിക്കുന്ന ആദ്യം പറഞ്ഞ സാലറി, ഫീസ്, കമ്മീഷൻസ് എല്ലാം ടാക്സബിൾ ആണ്. പക്ഷേ പെർക്വിസിറ്റ്സിൻ്റെ കേസ് വരുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. പെർക്വിസിറ്റ്സ് എല്ലാ എംപ്ലോയീസിനും കോമൺലി ടാക്സബിൾ അല്ല. പെർക്വിസിറ്റ്സ് ടാക്സബിൾ ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്പെസിഫൈഡ് എംപ്ലോയീസിന് പ്രത്യേകം ടാക്സബിൾ ആവും. ടാക്സബിൾ പെർക്വിസിറ്റ്സ് സ്പെസിഫൈഡ് എംപ്ലോയി എന്നും ഓൾ എംപ്ലോയി എന്നും പറഞ്ഞാണ് തിരിച്ചിട്ടുള്ളത്. ടാക്സബിലിറ്റി, പെർക്വിസിറ്റ്സിന് ടാക്സബിലിറ്റി. അപ്പോൾ ആരാണ് സ്പെസിഫൈഡ് എംപ്ലോയി? An employee is said to be a specified employee in any of the following cases. താഴെ പറഞ്ഞിരിക്കുന്ന 3 കേസസ് ഉണ്ട്. ഈ 3 കേസസിൽ ഏതെങ്കിലും ഒരു കാര്യം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ അസസീനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറയാൻ പറ്റും. ഓക്കെ, എന്താണെന്ന് നോക്കാം. ഇഫ് ഹി ഈസ് എ ഡയറക്ടർ എംപ്ലോയി ഓഫ് ദ കമ്പനി. ഓക്കെ, ഒരു കമ്പനിയിലെ ഡയറക്ടർ എംപ്ലോയി ആണ് നമ്മൾ പറയുന്ന ഒരു എംപ്ലോയി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ എംപ്ലോയിനെ ആ കമ്പനിയിലെ സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദെൻ രണ്ടാമത്, he has substantial interest in the affairs of the company. That is, he holds at least 20% of the voting right shares, that is equity shares in a company. ഒരു എംപ്ലോയിക്ക് ആ കമ്പനി തന്നെ അറ്റ്ലീസ്റ്റ് 20% ഓഫ് ദ വോട്ടിംഗ് റൈറ്റ് ഉള്ള ഇക്വിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എംപ്ലോയിയെ ആ കമ്പനിക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കമ്പനിയാക്കി നമുക്ക് ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് കണക്കാക്കാൻ പറ്റും. ദെൻ ഹിസ് മോണിറ്ററി ഇൻകം ഈസ് മോർ ദാൻ 50,000 പെർ ആനം. ഒരു അസസിയുടെ മോണിറ്ററി ഇൻകം 50,000 രൂപയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഒരു വർഷത്തിൽ 50,000 രൂപയിൽ കൂടുതൽ വരുമാനമുണ്ടെങ്കിൽ ആ പുള്ളിക്കാരനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞിരിക്കുന്ന സ്പെസിഫൈഡ് എംപ്ലോയി ആയി പറയാൻ പറ്റും. മോണിറ്ററി ഇൻകം മീൻസ് ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ് ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് പെർക്വിസിറ്റ് വാല്യൂ ഓഫ് ആൾ മോണിറ്ററി പെർക്വിസിറ്റ്സ്. മോണിറ്ററി ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ്, സാലറിയിലുള്ളതാണ് 50,000 രൂപയോ അതിൽ കൂടുതലോ വേണ്ടത്. പക്ഷേ അതിന് നോൺ മോണിറ്ററി പെർക്വിസിറ്റ്സ് അവർ എന്ത് ചെയ്യത്തില്ല, അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യത്തില്ല. ഈ 50,000 കമ്പ്യൂട്ട് ചെയ്ത് സ്പെസിഫൈഡ് എംപ്ലോയി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോൺ മോണിറ്ററി പെർക്വിസിറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യത്തില്ല. അപ്പോൾ ഒന്നുകൂടെ പെർക്വിസിറ്റ്സ് വാല്യൂ ചെയ്യുന്ന സമയത്ത് സ്പെസിഫൈഡ് എംപ്ലോയി എന്ന നോൺ സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഹൂ ഈസ് സ്പെസിഫൈഡ് എംപ്ലോയി ഇൻ ദ സെൻസ് if that particular employee is a director employee of the company, then he or she is said to be a specified employee under income tax. Then a person who has substantial interest in that particular company, then he or she also has to be said to be a specified a person who have substantial interest on that company. What is substantial interest sense? If he or she is holding at least 20% or more of the voting powers shares into that particular company, he or she is said to be a person who have substantial interest on that affairs of the company. Then his monetary income is more than 50,000 per annum. ഓക്കെ, ഒരു അസസിയുടെ മോണിറ്ററി ഇൻകം 50,000 രൂപയോ അതിൽ കൂടുതലോ ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തത്, എന്നാൽ അതിനെ നമുക്ക് സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറയാൻ പറ്റും. അപ്പോൾ സ്പെസിഫൈഡ് എംപ്ലോയിക്ക് ടാക്സബിലിറ്റി ആകുന്ന കുറേ പെർക്വിസിറ്റ്സ് ഉണ്ട്, ഓൾ എംപ്ലോയിക്ക് ടാക്സബിൾ ആകുന്ന കുറേ പെർക്വിസിറ്റ്സ് ഉണ്ട്. നോക്കാം. ആദ്യം റെന്റ് ഫ്രീ അക്കോമഡേഷൻ. റെന്റ് ഫ്രീ അക്കോമഡേഷൻ്റെ കേസ് എന്ന് പറയുന്നത് RFA ഓർ ഹൗസ് ഫെസിലിറ്റിയുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഗവൺമെൻറ് എംപ്ലോയി ആണോ അതർ എംപ്ലോയി ആണോ എന്ന് നോക്കണം. അസസി ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ലൈസൻസ് ഫീ ഫിക്സ്ഡ് ബൈ ദ ഗവൺമെൻറ് ഈസ് ടാക്സബിൾ. ഓക്കെ, അസസി ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ കോട്ടേജോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ എംപ്ലോയിക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടായിരിക്കും. ഒരു ലൈസൻസ് ഫീ അതിന് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആ ലൈസൻസ് ഫീ ഫിക്സ്ഡ് ബൈ ദ ഗവൺമെൻറ് ഈസ് ടാക്സബിൾ. ഓക്കെ, അത് നമുക്ക് ക്വസ്റ്റിനിൽ തന്നെ തന്നിട്ടുണ്ടായിരിക്കും. ആ ലൈസൻസ് ഫീ ഫിക്സ്ഡ് ബൈ ദ ഗവൺമെൻറ് ഈസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയി if rent-free accommodation is provided by the government to that particular government employee. Then assessee other employee ആണെന്നുണ്ടെങ്കിൽ
if house is owned by employer, then taxable amount equal to, if house is owned by the employer, then taxable amount equal to 7.5% or 10% or 15% of the salary. ഓക്കെ, ഒരു അസസിയുടെ ഒരു എംപ്ലോയറുടെ ഓണർഷിപ്പിൽ ഇരിക്കുന്ന വീടാണ് എംപ്ലോയി കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ 7.5% അല്ലെങ്കിൽ 10% അല്ലെങ്കിൽ 15% ഓഫ് സാലറി ആണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഏത് പെർസെൻറ്റേജിൽ ടാക്സ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കഥ. City in which accommodation is provided having population up to 10 lakh as per 2001 census. 2001 സെൻസസ് പ്രകാരം അക്കോമഡേഷൻ, നോൺ ഗവൺമെൻറ് എംപ്ലോയിക്ക് എംപ്ലോയി കൊടുക്കുന്ന അക്കോമഡേഷൻ 2001 സെൻസസ് പ്രകാരം 10 ലക്ഷത്തിൽ താഴെ പോപ്പുലേഷനുള്ള കൺട്രിയിലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 7.5% സാലറി, ഹാവിങ് പോപ്പുലേഷൻ ഗ്രേറ്റർ ദാൻ 10 ബട്ട് അപ് ടു 25 lakhs ആസ് പെർ 2001 സെൻസസ്. 2001 സെൻസസ് പ്രകാരം 10 ലക്ഷത്തിൽ കൂടുതൽ എന്നാൽ 25 ലക്ഷത്തിലും താഴെ പോപ്പുലേഷനുള്ള ഒരു സിറ്റിയിലാണ് എംപ്ലോയിക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ദെൻ 10% ഓഫ് സാലറിയാണ് വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ആയിട്ട് എടുക്കേണ്ടത്. ദെൻ ഹാവിങ് പോപ്പുലേഷൻ ഗ്രേറ്റർ ദാൻ 25 lakh ആണെന്നുണ്ടെങ്കിൽ 25 ലക്ഷത്തിൽ കൂടുതൽ പോപ്പുലേഷൻ ഉള്ളൊരു 2001 സെൻസസ് പ്രകാരം 25 ലക്ഷത്തിൽ കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഒരു സിറ്റിയിലാണ് പെർക്വിസിറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ 15% ഓഫ് സാലറി എന്ത് ചെയ്യണം, വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ആയിട്ട് കണക്കാക്കണം. ദെൻ ഹിയർ സാലറി ഈക്വൽ ടു ബേസിക് പ്ലസ് ഡിയണസ്റ്റ് അലവൻസ് പ്ലസ് ബോണസ് പ്ലസ് കമ്മീഷൻ പ്ലസ് ഫീ പ്ലസ് ഓൾ അതർ ടാക്സബിൾ അലവൻസസ് പ്ലസ് എനി അതർ മോണിറ്ററി പേയ്മെൻറ്റ്. ഓക്കെ, ഏത് പെർക്വിസിറ്റ് വാല്യൂ ചെയ്യുന്ന സമയത്തും നമ്മൾ സാലറി എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് പേ പ്ലസ് DA ഫോമിംഗ് പാർട്ട് പ്ലസ് കമ്മീഷൻ ആസ് ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ, ബോണസ്, ഫീസ്, ഓൾ അതർ ടാക്സബിൾ അലവൻസസിൻ്റെ എമൗണ്ട് കാര്യങ്ങളെല്ലാം എടുക്കണം. പെർക്വിസിറ്റിൻ്റെ എമൗണ്ട് ഒഴികെ ബാക്കിയുള്ളതെല്ലാം എടുക്കണം എന്ന് പഠിച്ചു വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഓക്കെ, ദെൻ ഇഫ് ഹീ ഈസ് ഹയേർഡ് ബൈ ദ എംപ്ലോയർ. ഓക്കെ, ഇഫ് ഹൗസ് ഈസ് ഹയർഡ് ബൈ ദ എംപ്ലോയർ, ഈ ഹൗസ് എംപ്ലോയർ ഹയർ ചെയ്ത് വാടകയ്ക്ക് എടുത്തിട്ടാണ് എംപ്ലോയിക്ക് താമസിക്കാൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ടാക്സബിൾ എമൗണ്ട് ഈക്വൽ ടു 15% ഓഫ് സാലറി. അപ്പോൾ അത് സാലറിയുടെ എംപ്ലോയിയുടെ സാലറിയുടെ 15% ആണോ, ഹയർ ചാർജസ് പെയ്ഡ് ബൈ എംപ്ലോയർ ആണോ, വിച്ച് എവർ ഈസ് ലെസ് ഈസ് ടാക്സബിൾ. ഓക്കെ, 15% ഓഫ് സാലറി ആണോ, ഹയർ ചാർജസ് പെയ്ഡ് ബൈ എംപ്ലോയർ ആണോ, വിച്ച് എവർ ഈസ് ലെസ് ഈസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ എംപ്ലോയി. ഓക്കെ, ഇഫ് ഫർണിച്ചർ ഈസ് ഓൾസോ പ്രൊവൈഡഡ്, ഫർണിച്ചറും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇഫ് ഫർണിച്ചർ ഈസ് ഓൺഡ് ബൈ ദ എംപ്ലോയർ, ഫർണിച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, എംപ്ലോയർ ആണ് ഓൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 10% ഓഫ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഈസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എംപ്ലോയി. 10% ഓഫ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഈസ് ടാക്സബിൾ. അതായത് റെൻറ്റ് ഫ്രീ ഫർണിഷ്ഡ് അക്കോമഡേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. എംപ്ലോയിക്ക് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതിനകത്ത് ഫർണിച്ചേഴ്സും കൂടെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാക്സബിൾ എമൗണ്ട് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ സാധാരണഗതിക്ക് അസസി ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ലൈസൻസ് ഫീ ഫിക്സ്ഡ് ബൈ ദ ഗവൺമെൻറ്. ദെൻ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അസസി ഇപ്പം എംപ്ലോയർ ഓൺ ചെയ്യുന്ന വീടാണ് എംപ്ലോയിക്ക് കയറി താമസിക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 7.5%, 10%, 25% ഓഫ് സാലറി എടുക്കാം. ഇല്ല, ഇത് അസസി ഹയർ ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഹൗസ് പ്രോപ്പർട്ടിയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 15% ഓഫ് സാലറി ആണോ, റെൻറ്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ ആണോ, വിച്ച് എവർ ഈസ് ലെസ് നമുക്ക് എടുക്കാം. അതെല്ലാം എടുത്തതിന് ശേഷം ഫർണിച്ചറിന് കൂടെ ഫർണിച്ചർ ഫെസിലിറ്റിയുടെ എംപ്ലോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് എടുക്കണം. അതെടുക്കുമ്പോൾ നോക്കേണ്ടത് ആ ഫർണിച്ചർ എംപ്ലോയി കൊടുക്കുന്ന വീടിനകത്ത് കിടക്കുന്ന ഫർണിച്ചർ എന്ന് പറയുന്നത് എംപ്ലോയറുടെ സ്വന്തം ഫർണിച്ചർ ആണെന്നുണ്ടെങ്കിൽ 10% ഓഫ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഈസ് ടാക്സബിൾ. ഈ ഫർണിച്ചർ ഈസ് ഹയർഡ് ബൈ ദ എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ ഹയർ ചാർജസ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഈസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എംപ്ലോയി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതാ നോക്കി വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ ഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്. അതിനെ ഇക്വേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഫർണിഷ്ഡ് അക്കോമഡേഷൻ ഈക്വൽ ടു അക്കോമഡേഷൻ പ്ലസ് ഫർണിച്ചർ. വാല്യൂവേഷൻ ഓഫ് വാല്യൂ ഓഫ് ഫർണിഷ്ഡ് അക്കോമഡേഷൻ ഈക്വൽ ടു വാല്യൂ ഓഫ് RFA, അതായത് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ പ്ലസ് വാല്യൂ ഓഫ് ഫർണിച്ചർ. വാല്യൂ ഓഫ് ഫർണിച്ചർ അറിയാം. ഇഫ് ഇറ്റ് ഈസ് ഓൺഡ് ബൈ ദ എംപ്ലോയർ ആണെങ്കിൽ 10% ഓഫ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ് ആണ്. Then if it is hired by the employer ആണെന്നുണ്ടെങ്കിൽ higher charges paid by the employer is taxable in the hands of employee. Then value of accommodation provided at concession rate ആണെന്നുണ്ടെങ്കിൽ accommodation employee പ്രൊവൈഡ് ചെയ്യുന്ന കൺസെഷൻ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിക്ക് എന്ത് ചെയ്യണം, റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിൽ നിന്നും എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്ന എമൗണ്ട്, ഈ ഫെസിലിറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു എമൗണ്ട് മന്ത്ലിയോ ഇയർലിയോ ഇങ്ങോട്ട് റിക്കവർ ചെയ്തെടുക്കും. ആ റിക്കവർ ചെയ്തെടുത്തിരിക്കുന്ന എമൗണ്ട് ലെസ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് എന്തെന്ന് പറയുന്നത് ടാക്സബിൾ എമൗണ്ട് ആയിട്ട് വരുന്നത്. Then
ആപ്ലിക്കബിൾ ടു ഗവൺമെൻറ് എംപ്ലോയി ഓൾസോ. ഗവൺമെൻറ് എംപ്ലോയിക്ക് സ്പെഷ്യൽ എക്സംഷൻസ് ഒന്നും അവൈലബിൾ അല്ല. ഗവൺമെൻറ് എംപ്ലോയിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആപ്ലിക്കബിൾ ആണ്. ദെൻ മിനിമം ഓഫ് ദ ഫോളോയിങ് ഈസ് ടാക്സബിൾ. 24% ഓഫ് സാലറി ഫോർ ദ period such accommodation is provided or higher charges paid by employer. Accommodation provided in a hotel or in എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അക്കോമഡേഷൻ ഒരു ഹോട്ടലിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാക്സബിൾ എമൗണ്ട് എന്ന് പറയുന്നത് എത്ര ദിവസമാണോ ഹോട്ടൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തത് അത്രയും ദിവസത്തേക്കുള്ള സാലറിയുടെ 24% എടുക്കണം. ഓക്കെ, ദെൻ 24% ഓഫ് സാലറി ഫോർ ദ പീരീഡ് സച്ച് അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡഡ് ഓർ ഹയർ ചാർജസ് പെയ്ഡ് ബൈ എംപ്ലോയർ വിച്ചെവർ ഈസ് ലെസ് ആണെന്ന് പറയുന്നത് ടാക്സബിൾ എമൗണ്ട് ആയിട്ട് കൊടുക്കുന്നത്. പക്ഷേ ഹോട്ടൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന 15 ഡേയ്സിൽ കൂടുതലാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ടാക്സബിലിറ്റിയെ പറ്റി ചിന്തിച്ചാൽ മതി. അതാണ് എൻ്റെ ഒരു കേസ്. ഓക്കെ, സ്മോൾ പ്രൊവിഷൻ ആണ്. ദെൻ അടുത്ത പെർക്കേസ്, ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ എംപ്ലോയർ. ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ എംപ്ലോയർ അണ്ടർ സെക്ഷൻ 17 സബ്സെക്ഷൻ 2(5) എനി എമൗണ്ട് പെയ്ഡ് ബൈ ദ എംപ്ലോയർ to effect an insurance of life of an asset or effect of a contract for an asset is taxable in the hands of all employee. ഞാൻ പറഞ്ഞു സ്പെസിഫൈഡ് എംപ്ലോയി ഓൾ എംപ്ലോയി എന്നുള്ള കാറ്റഗറിയാണ്. ഓൾ എംപ്ലോയി എന്ന് പറയുമ്പോൾ ബോത്ത് സ്പെസിഫൈഡ് ആൻഡ് നോൺ സ്പെസിഫൈഡ് എംപ്ലോയി വരും. പക്ഷേ ഓൾ എംപ്ലോയി എന്ന് പറഞ്ഞാൽ സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറഞ്ഞാൽ ആര് മാത്രമേ വരുള്ളൂ, ഒരു ഡയറക്ടർ എംപ്ലോയിയോ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ആളോ 50,000 രൂപ കൂടുതൽ ഒരു എംപ്ലോയറുടെ കയ്യിൽ നിന്ന് ഒരു വർഷം റിസീവ് ചെയ്യുന്ന ആൾക്കോ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്പെസിഫൈഡ് എംപ്ലോയി ആകത്തുള്ളൂ. അപ്പം ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ എനി സം പേയബിൾ ബൈ ദ എംപ്ലോയർ. ഓക്കെ, എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഇൻഷുറൻസ് പ്രീമിയം അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫുൾ എമൗണ്ടും എന്തായിരിക്കും, എല്ലാ എംപ്ലോയിയുടെ ഹാൻഡ്സിലും ടാക്സബിൾ ആയിരിക്കും. പക്ഷേ എംപ്ലോയിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അണ്ടർ സെക്ഷൻ 80C സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. 80C ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും LIC പ്രീമിയം പെയ്ഡ് ബൈ എംപ്ലോയർ ആണെങ്കിൽ പോലും. ഓക്കെ, ദെൻ അണ്ടർ സെക്ഷൻ 17 വാല്യുവേഷൻ ഓഫ് സെറ്റ് ഇക്വിറ്റി ഷെയർസ് അലോട്ടഡ് ടു അസസി ESOP ഓർ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. എന്താ കഥ എന്ന് പറഞ്ഞാൽ, എംപ്ലോയിക്ക് ESOP പ്ലാൻ കൊടുക്കുകയാണ്, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. കുറേ നാൾ ഒരു എംപ്ലോയറിൻ്റെ കീഴിൽ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ്റെ ആത്മാർത്ഥത കണ്ടിട്ട് എംപ്ലോയിക്ക് ഫോർ കൺസിഡറിങ് ദ സിൻസിയാരിറ്റി ഓഫ് ദ എംപ്ലോയർ വിൽ ഓഫർ ആൻ പർട്ടിക്കുലർ ഓപ്ഷൻ കാൾഡ് ESOP ലൈക്ക് ഷെയർസ്, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. It may be a purely free of cost or concession rate to the employee on that option. If that particular option is exercised by the assessee, that particular assessee can buy shares at a free of cost or at a concession rate from their own employee. That's what called ESOP, employee stock option plan. Okay, employee stock option plan employee കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പെർക്വിസിറ്റ് ആണ്, ഒരു ബെനിഫിറ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ ആ ബെനിഫിറ്റിൻ്റെ വാല്യൂ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർസ് ഓൺ ദ ഡേറ്റ് ഓൺ വിച്ച് ഓപ്ഷൻ ഈസ് എക്സസൈസ്ഡ് ബൈ ദ അസസി. ഓക്കെ, എംപ്ലോയിക്ക് ഷെയർസ് കൺസെഷൻ റേറ്റിനോ ഫ്രീ ഓഫ് കോസ്റ്റിനോ കൊടുക്കാവുന്ന ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. പക്ഷേ എംപ്ലോയി കൊടുക്കുന്ന ദിവസം തന്നെ എന്ത് ചെയ്യത്തില്ല, എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ആ ഷെയർസ് പർച്ചേസ് ചെയ്യത്തില്ല. അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന ഷെയർ എന്നാണോ ആ ഷെയർ പർച്ചേസ് ചെയ്യുന്നത് അതാണ് ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർസ് ഓൺ ദ ഡേറ്റ് ഓൺ വിച്ച് ഓപ്ഷൻ ഈസ് എക്സസൈസ്ഡ് ബൈ ദ അസസി. ആ അസസി ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ESOP ഷെയർസ് പർച്ചേസ് ചെയ്യുന്ന ഡേറ്റിനുള്ള ഫെയർ മാർക്കറ്റ് വാല്യൂവിൽ നിന്നും the amount actually paid by or recovered from an assessee for such a security or share. Okay, the amount actually paid by or recovered from the assessee for such security or shares. ഫെയർ മാർക്കറ്റ് വാല്യൂയുടെ നിന്നിൽ എംപ്ലോയിയുടെ കയ്യിൽ നിന്നും ESOP ക്ലെയിം ചെയ്തുകൊണ്ട് ഷെയർ മേടിക്കുന്ന ദിവസത്തിലുള്ള ഫെയർ മാർക്കറ്റ് വാല്യൂയിൽ നിന്നും എമൗണ്ട് ആക്ച്വലി പെയ്ഡ് ബൈ ഓർ റിക്കവേർഡ് ഫ്രം ദ അസസി ഫോർ സച്ച് സെക്യൂരിറ്റി ഓർ ഷെയർസ് എമൗണ്ട് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. എത്രയാണോ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എംപ്ലോയർ റിക്കവർ ചെയ്തെടുക്കുന്ന എമൗണ്ട് ആ എമൗണ്ട് ലെസ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് ESOPയുടെ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ആയിട്ട് കണക്കാക്കേണ്ടത്. സിമ്പിൾ ഓപ്ഷനാണ്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വരുവാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ ഒരുപാട് ഡേറ്റും ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നിരിക്കും. അപ്പോൾ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ഇതിൻ്റെ ടാക്സബിൾ എമൗണ്ട് കാണേണ്ടിയുള്ളൂ. ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർസ് ആസ് ഓൺ ദ ഡേറ്റ് ഓൺ വിച്ച് ഓപ്ഷൻ ഈസ് എക്സസൈസ്ഡ് ബൈ ദ അസസി നിന്നും എത്രയാണോ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എംപ്ലോയർ റിക്കവർ ചെയ്തെടുത്തിരിക്കുന്ന എമൗണ്ട് ആ എമൗണ്ട് ലെസ് ചെയ്ത് കളഞ്ഞാൽ മതി. ദെൻ മോട്ടോർ കാർ ഫെസിലിറ്റി റൂൾ 3(2) if car is owned by the employer and maintained by the employer used by employee for office purpose then not a perquisite, not applicable. ഓക്കെ ആണോ? അപ്പം ഒരു
കാർ ഫെസിലിറ്റി എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യാണ്. അപ്പോൾ ഒരു കാർ ഓൺ ചെയ്യുന്നത് എംപ്ലോയർ ആണ്, മെയിൻറ്റെയിൻ ചെയ്യുന്നത് എംപ്ലോയർ ആണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ടാക്സ് അടയ്ക്കുന്നു, ഇൻഷുറൻസ് അടയ്ക്കുന്നു, മെയിൻ്റെനൻസ് നോക്കുന്നു, ഇതെല്ലാം ആരാണ് ചെയ്യുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന എംപ്ലോയർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം യൂസ്ഡ് ബൈ ദ എംപ്ലോയർ ഫോർ ഓഫീസ് പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ പെർക്വിസിറ്റ്. ഓക്കെ, എംപ്ലോയർ കാർ തരുന്നു, എംപ്ലോയറിൻ്റെ ആവശ്യത്തിന് ഓഫീസ് പർപ്പസിന് മാത്രമേ നമ്മൾ ആ കാർ ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല? അത് എംപ്ലോയിയുടെ ഹാൻഡ്സിൽ പെർക്വിസിറ്റ് ആയിട്ട് വരത്തില്ല. ബട്ട് അത് പേഴ്സണൽ പർപ്പസിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസ് കോസ്റ്റും ഡിപ്രീസിയേഷനും നമ്മൾ എന്ത് ചെയ്യണം? 10% ഓഫ് ഒറിജിനൽ കോസ്റ്റാണ് ഇവിടെയും ഡിപ്രീസിയേഷൻ. അപ്പോൾ മെയിൻ്റനൻസ് കോസ്റ്റും ഡിപ്രീസിയേഷനും എംപ്ലോയിയുടെ ഹാൻഡ്സിൽ ടാക്സബിൾ ആവും. പക്ഷേ എംപ്ലോയി ആരായിരിക്കണം? സ്പെസിഫൈഡ് എംപ്ലോയി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അസസ് സ്പെസിഫൈഡ് എംപ്ലോയി ആണ്. എംപ്ലോയർ ഓൺ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാറ് പേഴ്സണൽ പർപ്പസിന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസ് കോസ്റ്റും ഡിപ്രീസിയേഷൻ എന്താവും? ടാക്സബിൾ ആവും. ദെൻ ബോത്ത് പർപ്പസിനാണെന്നുണ്ടെങ്കിൽ 1800 അല്ലെങ്കിൽ 2400 പെർ മന്ത് ആയിരിക്കണം എന്ത് ചെയ്യുന്നത്? ടാക്സബിൾ എമൗണ്ട് ആക്കി. സ്റ്റാറ്റ്യൂട്ടറി വാല്യൂസ് ആണ്. 1800 എന്ന് പറയുന്നത് ലോ കപ്പാസിറ്റി കാറാണ്. ഒരു കാറിൻ്റെ കപ്പാസിറ്റി ലെസ് ദാൻ 1.6 ലിറ്റർ എഞ്ചിൻ കപ്പാസിറ്റി ഉള്ളൂ എന്നുണ്ടെങ്കിൽ 1800 പെർ മന്തും, ഗ്രേറ്റർ ദാൻ 1.6 ലിറ്റർ കപ്പാസിറ്റി ഉള്ള എഞ്ചിനാണെന്നുണ്ടെങ്കിൽ 2400 പെർ മന്തുമാണ് എന്ത് ചെയ്തിരിക്കേണ്ടത്? നമ്മൾ ടാക്സബിൾ എമൗണ്ട് ആയിട്ട് എടുക്കേണ്ടത്. സ്പെസിഫൈഡ് എംപ്ലോയിക്ക് മാത്രമേ അത് ടാക്സബിൾ ആവുള്ളൂ. ദെൻ car is owned by the employer and maintained by the employee and it is used for office purpose ആണെന്നുണ്ടെങ്കിൽ again not a perquisite, not applicable. ഓക്കെ, അത് ഏതൊരു സിറ്റുവേഷനിലാവട്ടെ നമ്മൾ ഒഫീഷ്യൽ പർപ്പസിനാണ് കാർ ഉപയോഗിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് എന്തായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല? പെർക്വിസിറ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. ദെൻ if car is owned by the employer and maintained by the employee and it is used for personal purpose, depreciation is taxable. ഓക്കെ, എംപ്ലോയിയുടെ ഹാൻഡ്സിൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് ടാക്സബിൾ ആവും. പക്ഷേ എംപ്ലോയി ആരായിരിക്കണം? സ്പെസിഫൈഡ് എംപ്ലോയി ആയിരിക്കണം. Then, if car is owned by the employer and maintained by the employee and which is used for both the purpose, here the both the purpose means that particular employee is using that car facility for both office and personal purpose, then 6,600 per month or 900 per month is taxable amount. 600 രൂപ, അതായത് ലോ കപ്പാസിറ്റി കാറിന്, അതായത് ലെസ് ദാൻ 1.6 ലിറ്റർ എഞ്ചിൻ കപ്പാസിറ്റി ഉള്ള കാറിന് 600 വെച്ചിട്ടും അറ്റ് ആൻഡ് എബോ 1.6 ലിറ്റർ കപ്പാസിറ്റി ഉള്ള കാറിന് 900 പെർ മന്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് എമൗണ്ട് കാണണം. സ്പെസിഫൈഡ് എംപ്ലോയിക്ക് മാത്രമേ അതും ടാക്സബിൾ ആവുന്നുള്ളൂ. Then, if that particular car is owned by the employee and maintained by the employer and which is used for office purpose, again it's not a perquisite. But it is used for personal purpose. On ചെയ്യുന്നത് എംപ്ലോയി ആണ്, മെയിൻറ്റെയിൻ ചെയ്യുന്ന എംപ്ലോയർ ആണ്, which is used for personal purpose. Maintenance cost is the taxable amount. Okay. Which is owned by the employee and maintained by the employer and which is used for office personal purpose, maintenance cost amount incurred by the employer is taxable in the hands of all employees. Okay, here the all employee means specified employee and non-specified employee. Then if car is owned by the employee and maintained by the employer and which is used for both the purpose, actual expenditure incurred by the employer as reduced by 1,800 or 2,400 per month. ഓക്കെ, ആക്ച്വൽ എക്സ്പെൻഡിച്ചറിൽ നിന്നും 1,800 അല്ലെങ്കിൽ 2,400 എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെസ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്താൽ മതി? ടാക്സബിൾ എമൗണ്ട് ആക്കിയാൽ മതി. ഫർദർ ഡിഡക്ഷൻ ഓഫ് 900 പെർ മന്ത് ഫോർ ഡ്രൈവർ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ഡ്രൈവറുടെ 900 പെർ മന്ത് സ്റ്റാറ്റ്യൂട്ടറി വാല്യൂസ് നമുക്ക് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ എംപ്ലോയർക്ക് ആയിരിക്കുന്നതിൽ നിന്ന് ലെസ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള എമൗണ്ട് എംപ്ലോയിക്ക് ടാക്സ് ആക്കിയാൽ മതി. ഓർ ഹയർ ഡിഡക്ഷൻ ഇഫ് ദ പ്രിസ്ക്രൈബ്ഡ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഹയർ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. എന്താണ് ഹയർ ഡിഡക്ഷൻ? ഈ പറഞ്ഞിരിക്കുന്ന ആക്ച്വൽ എക്സ്പെൻഡിച്ചറിൽ നിന്നും 1,800 അല്ലെങ്കിൽ 2,400 ലെസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആക്ച്വൽ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ഒരു 1 lakh rupees ആണ് ഒരു അസസിക്ക് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു എംപ്ലോയർക്ക് ആയിരിക്കുന്ന മെയിൻ്റനൻസ് കോസ്റ്റ് എങ്കിൽ അതിൻ്റെ ഇപ്പോൾ സപ്പോസ് പറയുകയാണ് 80% ഓഫീസ് പർപ്പസിന് ഉപയോഗിച്ചു, 20% അത് പേഴ്സണൽ പർപ്പസിന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓഫീസ് പർപ്പസിന് ഉപയോഗിച്ചത് പൂർണ്ണമായിട്ടും നമുക്ക് ഡിഡക്ഷൻ എടുക്കാൻ പറ്റും. 1,00,000ൻ്റെ 80% എടുത്തു കഴിഞ്ഞാൽ 80,000 രൂപ ഓഫീസ് പർപ്പസിന് ആ വെഹിക്കിൾ ഓടിയതിനുണ്ടാകുന്ന എക്സ്പെൻസസ് ആണ്. അത് ലെസ് ചെയ്യാം. ബാക്കി 20% പേഴ്സണൽ പർപ്പസിന് എന്ത് ചെയ്താൽ മതി? ടാക്സ് ആക്കിയാൽ മതി. ദെൻ ഡിപ്രീസിയേഷൻ്റെ കേസ് എന്ന് പറയുന്നത് 10% ഓഫ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ കാർ ആൻഡ് ഡിപ്രീസിയേഷൻ. പിന്നെ ലോ കപ്പാസിറ്റി ഹൈ കപ്പാസിറ്റി കാറിൻ്റെ കേസ് ഇതാവുണ്ട്. ഇഫ് ദ കാർ ഈസ് ലോ കപ്പാസിറ്റി 1,800 അല്ലെങ്കിൽ 600 പെർ മന്ത് അപ് ടു 1,600 cc. ഇഫ് ദ കാർ ഈസ് ഹയർ കപ്പാസിറ്റി 2,400 പെർ മന്ത് ഓർ 900 പെർ മന്ത് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1,600 cc എഞ്ചിൻ. ഓക്കെ, ദെൻ ചൗഫർ സാലറി ഓർ ഡ്രൈവർ സാലറി എന്ന് പറയുന്നത് 900 പെർ മന്ത് ആണ് സ്റ്റാറ്റ്യൂട്ടറി വാല്യൂ ഡ്രൈവറുടെ സാലറി. അത് ഹയർ കപ്പാസിറ്റി ലോവർ കപ്പാസിറ്റി കാറൊന്നുമില്ല.
പിന്നെ നമുക്ക് പറഞ്ഞൊരു കണ്ടീഷൻസിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ എമൗണ്ട് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറയുന്നത് ലോഗ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, എംപ്ലോയിക്ക് ഈ വെഹിക്കിൾ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഓടിയിരിക്കുന്നത് ഓഫീസ് പർപ്പസിനാണ് അല്ലെങ്കിൽ പേഴ്സണൽ പർപ്പസിനാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ള 2 കണ്ടീഷൻസ് ഉണ്ട്. ഈ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹയർ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഹയർ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൺഡ് ബൈ ദ എംപ്ലോയി ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ ദ എംപ്ലോയർ ആൻഡ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ബോത്ത് പർപ്പസ് ആണെങ്കിൽ. ഓക്കെ, ഇത്രയേ ഉള്ളൂ മോട്ടോർ കാർ ഫെസിലിറ്റി. ദെൻ ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി, ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ആക്ച്വലി, ബട്ട് just explain. Note number 19, credit card facility. Credit card facility, if credit card is fully used for office purpose and specified conditions are satisfied ആണെന്നുണ്ടെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, സ്പെസിഫൈഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്തിരിക്കണം, എംപ്ലോയിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ക്രെഡിറ്റ് കാർഡ് പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്, ഓഫീസ് പർപ്പസിനാണെന്ന് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓഫീസ് പർപ്പസിന് മാത്രം ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡിന് നമുക്ക് എന്ത് വരത്തില്ല, ടാക്സബിലിറ്റി വരത്തില്ല, ഓർക്കുക. Then if expenses is included by the employee or the family member at it is charged to credit card which is provided by the employer or the reimbursed by the employer. ഓക്കെ, അതായത് എംപ്ലോയിയുടെ ഫാമിലി മെമ്പേഴ്സോ എംപ്ലോയി ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ക്രെഡിറ്റ് കാർഡിൻ്റെ എക്സ്പെൻസസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ എക്സ്പെൻസസ് എല്ലാം മീറ്റ് ചെയ്യുന്ന എംപ്ലോയർ ആണ്, അല്ലെങ്കിൽ അത് റീഇംബേഴ്സ് ചെയ്യും. ഇഫ് എക്സ്പെൻസസ് ആർ പെയ്ഡ് ബൈ ദ എംപ്ലോയർ, ടാക്സബിൾ എമൗണ്ട് ഈക്വൽ ടു എമൗണ്ട് പെയ്ഡ് ബൈ ദ എംപ്ലോയർ മൈനസ് എമൗണ്ട് റിക്കവേർഡ് ഫ്രം ദ എംപ്ലോയി. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ക്രെഡിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എക്സ്പെൻസസ് എല്ലാം പേയ്മെൻറ്റ് നടത്തുന്നത് എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ ടാക്സബിൾ എമൗണ്ട് ഈക്വൽ ടു എമൗണ്ട് പെയ്ഡ് ബൈ ദ എംപ്ലോയർ മൈനസ് എമൗണ്ട് റിക്കവേർഡ് ഫ്രം ദ എംപ്ലോയി. Then, in case of reimbursement, amount reimbursed by the employer is taxable in the hands of all employee. Reimbursement കേസിൽ എന്താണ്, എമൗണ്ട് റീഇംബേഴ്സ്ഡ് ബൈ ദ എംപ്ലോയർ ഈസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഓൾ എംപ്ലോയി. ഓക്കെ, അപ്പോൾ വൺസ് അഗൈൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് പേഴ്സണൽ പർപ്പസിനാണെന്നുണ്ടെങ്കിൽ മാത്രമേ ടാക്സബിൾ ആവുള്ളൂ. ഒഫീഷ്യൽ പർപ്പസിലാണ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് ടാക്സബിൾ. Then club expenditure or club facility provided by employer to employee. If expenses incurred wholly for official purpose and specified conditions are satisfied ആണെന്നുണ്ടെങ്കിൽ, അതായത് ക്ലബ് എക്സ്പെൻഡിച്ചർ ഹോളി എല്ലാ ആളുകൾക്കും കൂടെയാണ് കൊടുക്കുന്നത്, ഒഫീഷ്യൽ പർപ്പസിന് നമ്മൾ ക്ലബിൽ പോയപ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻസസ് ആണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. Then if health club, sports club, similar facilities are provided uniformly to all employee. എംപ്ലോയർ എല്ലാ എംപ്ലോയീസിനും കൂടെ ഒക്കെ വേണ്ടിയിട്ട് നോർമലി ഒരു ജിമ്മോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്, ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഇഫ് ക്ലബ് ഈസ് ഓൺഡ് ബൈ ദ എംപ്ലോയർ ആൻഡ് വിച്ച് ഈസ് യൂസ്ഡ് ബൈ ദ എംപ്ലോയി ഓർ ഹിസ് ഫാമിലി മെമ്പേഴ്സ്. ഓക്കെ, എംപ്ലോയറുടെ ഓണർഷിപ്പിലുള്ള ക്ലബ്ബ് ഫാമിലി മെമ്പേഴ്സോ അവരുടെ എംപ്ലോയിയോ ഫാമിലി മെമ്പേഴ്സോ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എമൗണ്ട് ഇൻകേർഡ് ബൈ ദ എംപ്ലോയർ ഈസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എംപ്ലോയി. ഓക്കെ, എംപ്ലോയർക്ക് എത്ര രൂപയാണോ അതിനുണ്ടാകുന്ന കോസ്റ്റ് അത്ര എമൗണ്ട് എന്ത് ചെയ്യും, എംപ്ലോയിയുടെ ഹാൻഡ്സിൽ ടാക്സബിൾ ആവും, കുഞ്ഞു ഹെഡാവും. ഓക്കെ, ദെൻ വാല്യുവേഷൻ ഓഫ് പെർക്വിസിറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് യൂസ് ഓഫ് മൂവബിൾ അസറ്റ്. റൂൾ 3(7) സബ് പാർട്ട് 7 ആണ്. അതായത് വാല്യുവേഷൻ ഓഫ് പെർക്വിസിറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് യൂസ് ഓഫ് മൂവബിൾ അസറ്റ്. മൂവബിൾ അസറ്റ് എംപ്ലോയിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്, അതൊരു ഫെസിലിറ്റിയാണ്. ഓക്കെ, എംപ്ലോയിക്ക് അത് സോൾവ് ചെയ്യാനും പറ്റും, എംപ്ലോയിക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ ഓർ ലാപ്ടോപ്പ് ആണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഫുള്ളി എക്സംപ്റ്റഡ് പെർക്വിസിറ്റ് ആണ്, എംപ്ലോയിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. അതർ അസറ്റ്സ് ആണ്, TV, AC ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഫ് അസറ്റ് ഈസ് ഓൺഡ് ബൈ ദ എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ 10% ഓഫ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ് ഈസ് ടാക്സബിൾ. ഇഫ് അസറ്റ് ഈസ് ഹയർഡ് ബൈ ദ എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ ഹയർ ചാർജസ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഈസ് ടാക്സബിൾ. ബട്ട് motor car is not considered as a movable asset. Motor car is not considered as a movable asset. Then note number 21, perquisite in respect of movable asset sold by employer. Okay, ഞാൻ പറഞ്ഞു തൊട്ട് മുന്നേ ഉള്ള നമ്മൾ റൂൾ 3 സബ്സെക്ഷൻ 7 പാർട്ട് 7 നമ്മൾ പറഞ്ഞു എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന മൂവബിൾ അസറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും, എംപ്ലോയിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. അറ്റ് ദ സെയിം എംപ്ലോയിക്ക് സോൾവ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, പെർക്വിസിറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് മൂവബിൾ അസറ്റ് സോൾഡ് ബൈ എംപ്ലോയർ. അങ്ങനെ കൊടുത്തിരിക്കുന്നത് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ആൻഡ് അതർ ഇലക്ട്രോണിക് ഐറ്റംസ് ആണ് കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ടാക്സബിൾ എമൗണ്ട് ഈക്വൽ ടു WDV മൈനസ് കൺസിഡറേഷൻ ഫ്രം എംപ്ലോയർ. ഓക്കെ, എംപ്ലോയിക്ക് സോൾവ് ചെയ്യുന്നത് കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ അതർ അസറ്റ്സോ ആണെന്നുണ്ടെങ്കിൽ ടാക്സബിൾ എമൗണ്ട് ഇങ്ങനെയാണ്, ടാക്സബിൾ എമൗണ്ട് ഈക്വൽ ടു WDV റിട്ടൺ ഡൗൺ വാല്യൂ മൈനസ് കൺസിഡറേഷൻ ഫ്രം എംപ്ലോയർ.
ദെൻ ഇവിടുത്തെ WDV കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. റിട്ടേൺ ഡൗൺ വാല്യൂ ഈക്വൽ ടു ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ആണ്. അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ വെച്ചാൽ അസറ്റ് പർച്ചേസ് ചെയ്ത ദിവസം മുതൽ അസറ്റ് സോൾഡ് ചെയ്യുന്ന ദിവസം വരെയുള്ള ടോട്ടൽ ഡിപ്രീസിയേഷൻ ആണ് അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഡിപ്രീസിയേഷൻ റേറ്റ് എന്ന് പറയുന്നത് 15% ഓഫ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്. 50% WDV മെത്തേഡിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാണുന്നത്, കമ്പ്യൂട്ടറും ലാപ്ടോപ്പും അതർ ഇലക്ട്രോണിക് ഐറ്റംസും. ദെൻ നമ്മൾ കാറാണ് എംപ്ലോയിക്ക് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ സോൾഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ടാക്സബിൾ എമൗണ്ട് ഈക്വൽ ടു WDV മൈനസ് കൺസിഡറേഷൻ ഫ്രം എംപ്ലോയർ. ദെൻ depreciation at 20% on WDV will be considered. കാറാണ് എംപ്ലോയിക്ക് സോൾഡ് ഔട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ടാക്സബിൾ എമൗണ്ട് ഈക്വൽ ടു WDV മൈനസ് കൺസിഡറേഷൻ ഫ്രം എംപ്ലോയർ ആണ്. ഡിപ്രീസിയേഷൻ റേറ്റ് എന്ന് പറയുന്നത് 20% ഓൺ WDV ആണ്. ദെൻ എനി അതർ അസറ്റ്സ് ആണ് എംപ്ലോയിക്ക് സോൾഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ടാക്സബിൾ എമൗണ്ട് ഈക്വൽ ടു WDV മൈനസ് കൺസിഡറേഷൻ ഫ്രം എംപ്ലോയർ. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 10% ഓൺ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നടത്തുന്നത്. ഓക്കെ, SLM സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്, WDV റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, ഡിപ്രീസിയേഷൻ കംപ്ലീറ്റ് ഇയർലി ഡിപ്രീസിയേഷൻ ഷുഡ് ബി ചാർജ്ഡ് ഫോർ ദ കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓൺലി. അതായത് ഒരു 25 ഇയേഴ്സും 6 മന്ത്സും ഉപയോഗിച്ചിട്ടുള്ള ഒരു അസറ്റാണ് എംപ്ലോയിക്ക് സോൾഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഒരു 6 മന്ത്സ് ഫുള്ളി ഇഗ്നോർ ചെയ്തുള്ളൂ. ആ 25 ഇയേഴ്സിന് മാത്രമേ നമ്മൾ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്തുള്ളൂ. ദെൻ ഇലക്ട്രോണിക് ഐറ്റംസ് മീൻസ് ഡേറ്റ സ്റ്റോറേജ് ആൻഡ് electronic items means data storage and handling devices like a computer, digital diaries, printers, but does not include household appliances. Okay, electronic items എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമേ വരുള്ളൂ, data storage, handling devices like a computer, digital diaries and printers, but does not include household appliances വരത്തില്ല. ഓക്കെ, ദെൻ അതാണ് അതിൻ്റെ കേസ്. ദെൻ മെഡിക്കൽ ഫെസിലിറ്റി, മെഡിക്കൽ അലവൻസസ് ഉണ്ട്, ഫുള്ളി ടാക്സബിൾ അലവൻസസ് ആണ്. മെഡിക്കൽ ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റിയാണ്. മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് 2 രീതിയിലാണ്. മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡഡ് ബൈ എംപ്ലോയർ ഇൻ ഇന്ത്യയും ഔട്ട്സൈഡ് ഇന്ത്യ ആയിട്ടാണ് വരുന്നത്. ട്രീറ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ ആണോ എന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് ഹോസ്പിറ്റലാണോ നോക്കണം. ട്രീറ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ട്രീറ്റ്മെൻറ്റ് ഇൻ എംപ്ലോയേഴ്സ് ഓൺ ഹോസ്പിറ്റലാണെങ്കിലോ ഗവൺമെൻറ് റിക്കഗ്നൈസ്ഡ് ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിലോ ഗ്രൂപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ എംപ്ലോയർ ആണെങ്കിലോ റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ എംപ്ലോയർ ആണെന്നുണ്ടെങ്കിലോ ഇത്രയും ഫെസിലിറ്റി എംപ്ലോയി കൊടുക്കുമ്പോൾ അത് ഫുള്ളി ടാക്സബിൾ ആണ്. എനി അതർ കേസസിൽ അതർവൈസ് ഫുള്ളി ടാക്സബിൾ. അതാണ് മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡഡ് ബൈ എംപ്ലോയർ ഇൻ ഇന്ത്യ, ദാറ്റ് ഈസ് ട്രീറ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ എ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഓർ എംപ്ലോയേഴ്സ് ഓൺ ഹോസ്പിറ്റൽ ഓർ ഗവൺമെൻറ് റിക്കഗ്നൈസ്ഡ് ഹോസ്പിറ്റൽ ഓർ മെഡിക്കൽ ഇൻഷുറൻസ് ഗ്രൂപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ എംപ്ലോയർ ഓർ റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ് ആണ്, അതർവൈസ് ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. ദെൻ മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡഡ് ഓർ മെഡിക്കൽ ഫെസിലിറ്റി ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ദാറ്റ് ഈസ് പേഷ്യൻ്റ് പ്ലസ് ഓൺ കെയർ ടേക്കറുടെ എക്സ്പെൻസസ് ആണ്. മെഡിക്കൽ എക്സ്പെൻഡിച്ചറും മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ഓൺ സ്റ്റേ, മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ഓൺ സ്റ്റേ പേഷ്യൻറ്റിനും ഓൺ കെയർ ടേക്കറിനും ഉള്ളത് നമ്മൾ എടുക്കണം. ടാക്സബിൾ എമൗണ്ട് ഈക്വൽ ടു എമൗണ്ട് സ്പെൻഡ് മൈനസ് ലിമിറ്റ് പെർമിറ്റഡ് ബൈ RBI. ഓക്കെ, മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ഓൺ സ്റ്റേക്കും നമുക്ക് കിട്ടുന്ന എക്സംഷൻ എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് പുറത്തോട്ട് വിടുന്ന പേഷ്യൻറ്റിനും അതിൻ്റെ കൂട്ടത്തിൽ പോകുന്ന ഒരു കെയർ ടേക്കറിനാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എക്സംഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ടാക്സബിൾ എമൗണ്ട് എന്ന് പറയുന്നത് എമൗണ്ട് സ്പെൻഡ് മൈനസ് ലിമിറ്റ് പെർമിറ്റഡ് ബൈ RBI ഒരു ലിമിറ്റ് പ്രൊവൈഡ് ചെയ്യും. മെഡിക്കൽ എക്സ്പെൻഡിച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഇത്ര എമൗണ്ട് കുറയ്ക്കാം, കോസ്റ്റ് ഓഫ് സ്റ്റേ ആയിട്ട് ബന്ധപ്പെട്ട് ഇത്ര എക്സ്പെൻസസ് ലെസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു എമൗണ്ട് ക്വസ്റ്റിനിൽ തന്നെ തന്നിട്ടുണ്ടായിരിക്കും. RBI നമ്മൾ കാണാതെ പഠിക്കേണ്ടല്ല, RBI പെർമിറ്റ് ചെയ്യുന്ന എമൗണ്ട് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടായിരിക്കും. ആ എമൗണ്ട് നമുക്ക് ലെസ് ചെയ്ത് കളഞ്ഞാൽ മതി. ദെൻ എക്സ്പെൻഡിച്ചർ ഓൺ ട്രാവൽ ആണെന്നുണ്ടെങ്കിൽ, ട്രാവൽ കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഇന്ത്യക്ക് പുറത്തോട്ട് പോകുമ്പോൾ ട്രാവൽ കോസ്റ്റ് ഉണ്ടാവും, സ്റ്റേ കോസ്റ്റ് ഉണ്ടാവും, മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാവും, കോസ്റ്റ് ഉണ്ടാവും. 3 ടൈപ്പ് കോസ്റ്റ് ആണ്. അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ഓൺ ട്രാവൽ കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫുള്ളി എക്സം ഇഫ് ദ ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് ദ അസസി ഈസ് അപ് ടു 2 lakh, അതർവൈസ് ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. Okay, if it is fully exempt if gross total income of the assessee is up to 2 lakh. അസസിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം 2 ലക്ഷം രൂപ വരെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഫുള്ളി എക്സംപ്റ്റ് ആക്കും. 2 ലക്ഷമോ അതിൽ കൂടുതലോ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളത് ടാക്സബിൾ ആക്കേണ്ടി വരും. ഫോർ ഗ്രോസ് ടോട്ടൽ ഇൻകം സീലിംഗ് 2 lakh rupeesന്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം സീലിംഗ് കമ്പ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടാക്സബിൾ എമൗണ്ട് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് പെർക്വിസിറ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് സ്റ്റേ ഷാൾ ബി ഇൻക്ലൂഡ്. അതായത് മെഡിക്കൽ എക്സ്പെൻഡിച്ചറിന്റെ ടാക്സബിൾ എമൗണ്ടും കോസ്റ്റ് ഓഫ് സ്റ്റേയുടെ ടാക്സബിൾ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ 2 lakh rupeesന്റെ ടാക്സബിൾ എമൗണ്ടിന്റെ സീലിംഗ് ലിമിറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യും.
Then expenditure on medical treatment may be by way of payment of reimbursement. ചിലപ്പോൾ അത് പേയ്മെന്റ് ആയിരിക്കും. മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്ന എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഇന്ത്യക്ക് പുറത്ത് വിട്ടിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനുള്ള ഫെസിലിറ്റി എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അതെന്തായിരിക്കും, ചിലപ്പോൾ അത് എന്തായിരിക്കും പേയ്മെന്റ് ബേസിസിലായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ റീഇംബേഴ്സ് ചെയ്യുന്നതായിരിക്കും. രണ്ടാണെങ്കിലും ഇവിടെ അക്സെപ്റ്റബിൾ ആണ്. It is taxable in the hands of specified employee but bill in the name of employee then taxable for all employee. ഓക്കെ, നോർമലി ഇത് ആർക്ക് മാത്രമേ ടാക്സിബിൾ ആവുന്നുള്ളൂ? സ്പെസിഫൈഡ് എംപ്ലോയിക്ക് മാത്രമേ ടാക്സിബിൾ ആവുന്നു. പക്ഷേ ബില്ല് ജനറേറ്റ് ചെയ്യുന്നത് എംപ്ലോയറുടെ പേരിലല്ല, എംപ്ലോയിയുടെ പേരിലാണ് മെഡിക്കൽ എക്സ്പെൻഡിച്ചർ, സ്റ്റേ കോസ്റ്റും ട്രാവൽ കോസ്റ്റും എല്ലാം ബില്ല് ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ എംപ്ലോയിയുടെ പേരിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ബില്ലാണ് എംപ്ലോയർ മീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് എല്ലാ എംപ്ലോയീസിനും ടാക്സിബിൾ ആവും. അപ്പോൾ എംപ്ലോയിയോ എംപ്ലോയിയുടെ ഫാമിലി മെമ്പേഴ്സിനോ ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കാം. ഫാമിലി എന്ന് പറയുന്നത് സ്പോസ്, ചിൽഡ്രൻ ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് എ പാരന്റ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഹോളി ഓർ മെയിൻലി ഡിപ്പെൻഡ് ഓൺ ഹിം. ഓക്കെ, ഇവരെല്ലാം ഫാമിലി മെമ്പേഴ്സിനകത്ത് വരുന്ന ഡെഫിനിഷനകത്ത് വരുന്ന ആളുകളാണ്. ദെൻ ഫുള്ളി എക്സംപ്റ്റഡ് പെർക്വിസിറ്റ്സ്. ഓക്കെ, ഗുഡ്സ് സോൾഡ് ബൈ എംപ്ലോയർ ടു എംപ്ലോയി അറ്റ് റീസണബിൾ പ്രൈസ്. എംപ്ലോയിക്ക് റീസണബിൾ പ്രൈസിന് ഒരു ഗുഡ്സ് സോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്താണ്? ഫുള്ളി എക്സംപ്റ്റഡ് പെർക്വിസിറ്റ് ആണ്. ടെലിഫോൺ ഓർ മൊബൈൽ ബിൽ പെയ്ഡ് ഓർ റീഇംബേഴ്സ്ഡ് ബൈ ദ എംപ്ലോയർ. ടെലിഫോൺ ബില്ലോ മൊബൈൽ ബില്ലോ എംപ്ലോയർ പേയ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളി എക്സംപ്റ്റഡ് പെർക്വിസിറ്റ് ആണ്. സ്കോളർഷിപ്പ് ടു എംപ്ലോയീസ് ചിൽഡ്രൻ, എംപ്ലോയിയുടെ ചിൽഡ്രനുള്ള സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ് പെർക്വിസിറ്റ് ആണ്. ടാക്സ് ഓൺ നോൺ മോണിറ്ററി പെർക്വിസിറ്റ് പെയ്ഡ് ബൈ എംപ്ലോയർ, നോൺ മോണിറ്ററി പെർക്വിസിറ്റിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതിനുള്ള ടാക്സ് എംപ്ലോയർ ആണ് അടയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ എംപ്ലോയിക്ക് ഒരു നോൺ മോണിറ്ററി പെർക്വിസിറ്റ് പ്രൊവൈഡ് ചെയ്തു, അതിനകത്ത് അടയ്ക്കേണ്ടി വരുന്ന ഗവൺമെൻറ് അടയ്ക്കേണ്ടി വരുന്ന ടാക്സ് എംപ്ലോയർ തന്നെയാണ് അടയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഫുള്ളി എക്സംപ്റ്റഡ് പെർക്വിസിറ്റ് ആണ്. ദെൻ എനി അതർ പെർക്വിസിറ്റ് ഫുള്ളി ടാക്സിബിൾ. വേറെ ഏതെങ്കിലും പെർക്വിസിറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് ഫുള്ളി ടാക്സിബിൾ പെർക്വിസിറ്റ് ആവും. ഓക്കെ, ദെൻ നോട്ട് 23 ലീവ് ട്രാവൽ കൺസെഷൻ, LTC. ലീവ് ട്രാവൽ കൺസെഷൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ലീവ് ട്രാവൽ കൺസെഷൻ എന്ന് വെച്ചാൽ എന്താണ് ലീവ് ട്രാവൽ കൺസെഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംപ്ലോയർ കൊടുക്കുന്ന ഒരു പെർക്വിസിറ്റ് അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റി തന്നെയാണത്. എംപ്ലോയി ജോലി ചെയ്യുന്ന ടൈമിൽ ലീവ് എടുത്തുകൊണ്ട് ടൂർ പോകാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ലീവ് ട്രാവൽ കൺസെഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ടൂർ പോകുന്നത് ട്രാവൽ ബൈ എയർ ആണോ എന്നുണ്ടെങ്കിൽ, നമ്മൾ എയറിലൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആക്ച്വൽ എക്സ്പെൻസസ് ആണോ, എക്കണോമിക് ക്ലാസ് ഫെയർ ഇൻ എയർ ഇന്ത്യ ആണോ, വിച്ച് എവർ ഈസ് ലെസ് ആണ് എക്സംപ്റ്റഡ് എമൗണ്ട്. ഓക്കെ, ട്രാവൽ ബൈ എയർ, ടൂർ പോകുന്ന സമയത്ത് എംപ്ലോയി ബൈ എയർ ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ടാക്സിബിൾ എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എക്സംപ്റ്റഡ് എമൗണ്ട് കണ്ടുപിടിക്കണം. ടാക്സിബിൾ എമൗണ്ട് എന്ന് പറയുന്നത് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് മൈനസ് എക്സംപ്റ്റഡ് എമൗണ്ട് ആണ്. എക്സംപ്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി എംപ്ലോയിക്ക് എത്ര രൂപ ആക്ച്വൽ എക്സ്പെൻസസ് ആയിട്ടുണ്ടോ, ദെൻ എക്കണോമിക് ക്ലാസ് ഫെയർ ആണോ, വിച്ച് എവർ ഈസ് ലെസ് ഇൻ എയർ ഇന്ത്യ. എയർ ഇന്ത്യയിലുള്ള എക്കണോമിക് ക്ലാസ് ഫെയറിൻ്റെ റേറ്റാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിൽ വിച്ച് എവർ ഈസ് ലെസ് ആണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? എക്സംപ്റ്റഡ് എമൗണ്ട് ആയിട്ട് കണക്കാക്കുന്നത്. ദെൻ ട്രാവൽ ബൈ എനി അതർ മോഡ് ആണെന്നുണ്ടെങ്കിൽ ഇഫ് റെയിൽവേ ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്താണ് എംപ്ലോയി ടൂർ പോകുന്നതെന്നുണ്ടെങ്കിൽ ആക്ച്വൽ എക്സ്പെൻസസ് ആണോ, ഫസ്റ്റ് ക്ലാസ് AC ഫെയർ ഇൻ റെയിൽ ആണോ, വിച്ച് എവർ ഈസ് ലെസ് ഈസ് എക്സംപ്റ്റഡ്. ഓക്കെ, ആക്ച്വൽ എക്സ്പെൻസസ് ആണോ, ഫസ്റ്റ് ക്ലാസ് AC ഫെയർ ഇൻ റെയിൽ ആണോ, വിച്ച് എവർ ഈസ് ലെസ് ഈസ് എക്സംപ്റ്റഡ്. ഇൻ റെയിൽവേ നോട്ട് അവൈലബിൾ, ഇഫ് റെയിൽവേ ഫെസിലിറ്റി അവൈലബിൾ അല്ലാത്ത ഒരു സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടൂർ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണ്. where recognized transportation system exists. ഒരു recognized transportation, നമ്മുടെ ഒരു ട്രാൻസ്പോർട്ട് ബസ് കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ എക്സ്പെൻസസ് ആണോ, ഡീലക്സ് ക്ലാസ് ഫെയർ ഓൺ ബസ് ആണോ, വിച്ച് എവർ ഈസ് ലെസ് ഈസ് എക്സംപ്റ്റഡ്. വെയർ ഓക്കെ, അപ്പം റിക്കഗ്നൈസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉള്ള സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടൂർ പോകുന്നത്. അപ്പോൾ ആക്ച്വൽ എക്സ്പെൻസസ് ആയതാണോ, ഡിലക്സ് ക്ലാസ് ഫെയർ ഓൺ ബസ്സിലാണോ, നമ്മൾ ചിലപ്പോൾ ബസ്സിൽ തന്നെ പോകണമെന്നില്ല, പക്ഷേ നമ്മൾ എക്സംപ്റ്റഡ് എമൗണ്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആക്ച്വൽ എക്സ്പെൻസസ് ആണോ, ഡിലക്സ് ക്ലാസ് ഫെയർ ഓൺ ബസ് ആണോ, വിച്ച് എവർ ഈസ് ലെസ് ആയിരിക്കുന്നതെന്ന് പറയുന്നത് എക്സംപ്റ്റഡ് ആയിട്ട് വരുന്നത്. വെയർ നോ റിക്കഗ്നൈസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എക്സിസ്റ്റ്, റിക്കഗ്നൈസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യാത്തൊരു സ്ഥലത്താണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ആക്ച്വൽ എക്സ്പെൻസസ് ആണോ, ഫസ്റ്റ് ക്ലാസ് റെയിൽവേ ഫെയർ ഫോർ സിമിലർ ഡിസ്റ്റൻസ് ആണോ, എത്ര ദൂരമാണോ പോയിരിക്കുന്നത്, ഒരു 50 കിലോമീറ്റേഴ്സാണ് അങ്ങനെ പോകുന്നതെന്നുണ്ടെങ്കിൽ റിക്കഗ്നൈസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഇല്ല, നമുക്ക് ഒരു ബൈ ടാക്സിയോ അങ്ങനെയൊക്കെ നമുക്ക് അവിടെ പോകാൻ കഴിയുള്ളൂ. അപ്പം ആക്ച്വൽ എക്സ്പെൻസസ് ആണോ, ഫസ്റ്റ് ക്ലാസ് റെയിൽവേ ഫെയർ ഓൺ സിമിലർ ഡിസ്റ്റൻസ് ഇൻ റെയിൽ ആണോ, വിച്ച് എവർ ഈസ് ലെസ് ആയിരിക്കും എക്സംപ്റ്റഡ്. ഒരു 50 കിലോമീറ്റേഴ്സ് നമ്മൾ അങ്ങനെ പോകുമ്പോൾ ട്രെയിനിൽ ബൈ റെയിലാണ് നമ്മൾ 50 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് എത്ര രൂപയാവും നമ്മൾ നോക്കും. ഈ രണ്ടും തമ്മിലൊരു ചെറിയ എമൗണ്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, വിച്ച് എവർ ഈസ് ലെസ് ഈസ് എക്സംപ്റ്റഡ്. ലീവ് ട്രാവൽ കൺസെഷൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ലീവ് ട്രാവൽ കൺസെഷൻ്റെ കേസ്, LTC എക്സംഷൻ ഈസ് അവൈലബിൾ ഫോർ ട്രാവൽ ഓഫ് ദ എംപ്ലോയി, ഹിസ് സ്പൗസ്, ചിൽഡ്രൻ, ഡിപ്പെൻഡൻറ്റ് റിലേറ്റീവ്, ദാറ്റ് ഈസ് മദർ, ഫാദർ, ബ്രദർ ആൻഡ് സിസ്റ്റർ.
ഓക്കെ, ലീവ് ട്രാവൽ കൺസെപ്ഷൻ്റെ എക്സംഷൻ എടുക്കാൻ പറ്റുന്നത് ആർക്കൊക്കെയാണ്? എംപ്ലോയിക്കും എംപ്ലോയിയുടെ സ്പൗസിനും ചിൽഡ്രനും ഡിപ്പെൻഡൻറ്റ് റിലേറ്റീവ് ആയിട്ടുള്ള മദറിനോ ഫാദറിനോ ബ്രദറിനോ സിസ്റ്ററിനോ എടുക്കാൻ പറ്റും. ദെൻ ചിൽഡ്രൻ്റെ കേസ് നോക്കുമ്പോൾ ചിൽഡ്രൻ ബോൺ ആയിരിക്കുന്നത് 1/10/1998 ശേഷമായിരിക്കണം. അങ്ങനെയുള്ള 2 ചിൽഡ്രനെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം പക്ഷേ 2 ചിൽഡ്രൻ്റെ കേസ് കൊടുക്കാൻ നമുക്ക് ടിൻസ് ഒക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ബർത്തിൽ ഒരു ചിൽഡ്രൻ ഉണ്ട്, സെക്കൻഡ് ബർത്തിൽ നമുക്ക് രണ്ട് ചിൽഡ്രൻ ഉണ്ട്. അതായത് ഫസ്റ്റ് ബർത്തിൽ ഒരു ചിൽഡ്രനും ഒരു ചൈൽഡും സെക്കൻഡ് ബർത്തിൽ ടിൻസും ആണെന്നുണ്ടെങ്കിൽ എന്താണ് എക്സംഷൻ മൊത്തം 3 പേർക്ക് നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, എക്സംഷൻ അവൈലബിൾ ഫോർ 3 ചിൽഡ്രൻ. ടോട്ടലി 2 ചിൽഡ്രനെ നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബർത്തിൽ ഒരു ചൈൽഡും സെക്കൻഡ് ബർത്തിൽ ടിൻസും ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 3 ചിൽഡ്രനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ദെൻ ഫസ്റ്റ് ബർത്തിൽ നമുക്ക് ടിൻസ് ആണ് ഉണ്ടായത്, സെക്കൻഡ് ബർത്തിൽ ഒരു ചൈൽഡാണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ ടോട്ടലി ഫസ്റ്റ് ടിൻസിനായിട്ടുള്ള 2 ചിൽഡ്രൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ലീവ് ട്രാവൽ കൺസെഷൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീവ് ട്രാവൽ കൺസെഷൻ്റെ എക്സംഷൻ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഒരു ബ്ലോക്ക് പീരീഡിൽ നമുക്ക് 2 തവണ ലീവ് ട്രാവൽ കൺസെഷൻ്റെ എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. Leave travel consumption is available for 2 years during block of 4 years. നമുക്ക് ഇപ്പോഴത്തെ കറണ്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് 2018-21 ആണ്. 2018 മുതൽ 21 വരെയുള്ളൊരു 4 years ആണ് എന്തെന്ന് പറയുന്നത് ബ്ലോക്ക് പീരീഡ് ആയിട്ട് വരുന്നത്. ഇതിൽ 2 വർഷങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും 2 തവണ. ഓക്കെ, ഇതിനിടയിൽ 2 തവണ ലീവ് ട്രാവൽ കൺസെഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇൻ കേസ് നമ്മൾ അങ്ങനെ അത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇഫ് LTC നോട്ട് യൂസ്ഡ് ഇൻ ദ പ്രിസീഡിംഗ് ബ്ലോക്ക് then extra own journey performed in the first calendar year of the immediately succeeding block will be additionally exempted but not counted in the 2 journey limit. Okay, ഇപ്പോൾ 2018-21 എന്ന് പറയുന്ന ഒരു 4 ഇയേഴ്സിൻ്റെ ബ്ലോക്കിൽ നമ്മൾ ഒരു 2 ലീവ് ട്രാവൽ കൺസെഷൻ ക്ലെയിം ചെയ്തില്ല, നമുക്ക് ബാലൻസ് നിൽപ്പുണ്ടെന്നുണ്ടെങ്കിൽ 2022 മുതൽ തുടങ്ങി 26 വരെയുള്ള 4 ഇയേഴ്സിൻ്റെ ബ്ലോക്കിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോർമലി ഒരു 2 ഇയേഴ്സിൻ്റെ എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. പ്ലസ് പ്രീവിയസ് ബ്ലോക്കിൽ നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്ന ക്ലെയിം ചെയ്ത് കിടക്കുന്ന ലീവ് ട്രാവൽ കൺസെഷൻ തൊട്ടടുത്ത വർഷത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഒരെണ്ണം കൂടെ ക്ലെയിം ചെയ്യാൻ പറ്റും. മൊത്തം 2 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അത് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ 2022 മുതൽ 2026 വരെയുള്ളതാണ് അടുത്ത ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് കലണ്ടർ ഇയർ ആയിട്ടുള്ള 2022 മാത്രമേ ഒരെണ്ണം ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷേ 2022-26 എന്ന് പറയുന്ന റെലവൻറ്റ് ബ്ലോക്കിൽ നമുക്ക് 2 എക്സംഷൻ ലീവ് ട്രാവൽ കൺസെഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അതും ക്യാരി ഫോർവേഡ് ചെയ്ത് വന്നിരിക്കുന്ന ഒരെണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യത്തില്ല? ക്ലബ് ചെയ്യത്തില്ല. 2022-26 എന്ന് പറയുന്ന ബ്ലോക്കിനകത്തുള്ള 2 ലീവ് ട്രാവൽ കൺസെഷൻ അവിടെ എടുക്കാൻ പറ്റും. പ്ലസ് 2018-21 നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലീവ് ട്രാവൽ കൺസെഷൻ നമുക്ക് 22-26 ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നോട്ട് 24 പ്രൊവിഡൻറ്റ് ഫണ്ട്. പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കേസ് പറയുമ്പോൾ ഇങ്ങനെയാണ്. പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4 ടൈപ്പ് പ്രൊവിഡൻറ്റ് ഫണ്ട്. എന്താണ് നമുക്ക് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയാം? ആൽമോസ്റ്റ് ഒരു പരിധി വരെ നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് റവന്യൂ ആയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എനിവേ അവിടെ നിൽക്കട്ടെ. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്, റിക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എംപ്ലോയീസിനുള്ളതാണ്. ഗവൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രൊവിഡൻറ്റ് ഫണ്ടിനാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ദെൻ റിക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് കമ്മീഷണർ റിക്കഗ്നേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കുറേ പ്രൊവിഡൻറ്റ് ഫണ്ട് സ്കീമുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൈവറ്റ് പാർട്ടീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ റിക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആ ടേമിൽ തന്നെയുണ്ട്. ഇൻകം ടാക്സ് കമ്മീഷണർ റിക്കഗ്നിഷൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ലാത്ത പ്രൊവിഡൻറ്റ് ഫണ്ട് സ്കീമുകളാണ് അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ദെൻ PPF, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് നമുക്കുള്ള ഓപ്ഷനാണ് എന്തെന്ന് പറയുന്നത്? പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്കിനി ഒന്നായിട്ട് നോക്കാം ഇതിൻ്റെ ടാക്സബിലിറ്റി. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ടാക്സബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ എംപ്ലോയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ നോട്ട് ടാക്സബിൾ ആണ്, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ നോട്ട് ടാക്സബിൾ ആണ്. പക്ഷേ അണ്ടർ സെക്ഷൻ 80C ഡിഡക്ഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. 80C to 80U ഡിഡക്ഷൻ ഉണ്ട്. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ടോട്ടൽ ഇൻകത്തിലോട്ട് പോകുന്ന സമയത്ത് 80C to 80U ഡിഡക്ഷൻസ് ഉണ്ട്. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ദെൻ ഇൻട്രസ്റ്റ് നോട്ട് ടാക്സബിൾ ആണ്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്നും കിട്ടുന്ന പലിശ നമുക്ക് നോട്ട് ടാക്സബിൾ ആണ്. ലംസം എമൗണ്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല? ടാക്സ് അടയ്ക്കേണ്ട കാര്യം അതിനകത്ത് വരുന്നില്ല. ദെൻ റിക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലാണെന്നുണ്ടെങ്കിലോ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ, എംപ്ലോയിക്ക് വേണ്ടിയിട്ട് 12% ഓഫ് സാലറി കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ്. മാക്സിമം 12% വരെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. പക്ഷേ ഇൻ എക്സസ് ഓഫ് 12% ഇറ്റ് ഈസ് ടാക്സബിൾ. Okay, exempted up to 12% of salary. Here salary means basic pay plus DA forming part plus commissioner's fixed percentage on turnover. Okay, അപ്പം സാലറിയുടെ 12% എന്ത് ചെയ്തിരിക്കേണ്ടത്? എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനായിട്ട് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം
ക്വസ്റ്റ്യനിൽ സാലറിയുടെ 12% കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ എക്സസ് എമൗണ്ട്, ഇപ്പോൾ സപ്പോസ് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് 15% കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് 12% എക്സംപ്റ്റ് ആണ്, ബാക്കി 3% ടാക്സബിൾ ആക്കണം. ഓക്കെ, ദെൻ എലിജിബിൾ ഫോർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. അണ്ടർ സെക്ഷൻ 80C പ്രകാരം ഡിഡക്ഷൻ കിട്ടും, സ്വാഭാവികം എലിജിബിലിറ്റി ഉണ്ട്. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷന് 80C ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ദെൻ ഇൻട്രസ്റ്റ് റിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലോട്ടാണ് എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷന് 9.5% വരെ എന്ത് ചെയ്യാൻ പറ്റും? ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ എക്സസ് ഓഫ് 9.5% എക്സസ് എമൗണ്ട്, അതായത് ഇപ്പോൾ 9.5% ഇൻട്രസ്റ്റ് കിട്ടിയെടുത്തിട്ട് 11% ആണ് ഇൻട്രസ്റ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ ആ എക്സസ് കിട്ടിയിരിക്കുന്ന 1.5% എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് 1.5% എന്ത് ചെയ്യണം? എക്സംഷൻ ക്ലെയിം ടാക്സബിൾ ആക്കണം അണ്ടർ ദ ഹെഡ് സാലറി. ലംസം എമൗണ്ട് വിഡ്രോ ചെയ്താൽ എന്ത് ചെയ്യത്തില്ല? ടാക്സബിൾ ആകത്തില്ല, പക്ഷെ അതിനെന്തുണ്ട്? നോട്ട് 1 നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, കൺസിഡർ ചെയ്യാം. ദെൻ അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ നോട്ട് ടാക്സബിൾ തന്നെയാണ്, പക്ഷേ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ 80C ഡിഡക്ഷൻ കിട്ടത്തില്ല, ബിക്കോസ് ഇറ്റ്സ് ആൻ അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. ഇൻകം ടാക്സ് കമ്മീഷണർ റിക്കഗ്നേഷൻ ഉള്ള പ്രൊവിഡന്റ് ഫണ്ട് സ്കീമുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 80C ഡിഡക്ഷൻ, പ്രൊവിഡന്റ് ഫണ്ടിലോട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഇൻട്രസ്റ്റ് നോട്ട് ടാക്സബിൾ ആണ്. ഓക്കെ, ദെൻ അടുത്ത് വരുന്നത് അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിന് ഇവിടെ നോട്ട് 1 ഉണ്ട്. അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ലംസം എമൗണ്ട് വിഡ്രോ ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽസ് താഴെ നോട്ട് ലംസം എമൗണ്ട് വിഡ്രോൺ ഫ്രം അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് താഴെ തന്നിട്ടുണ്ട്. അതിനുള്ള ടാക്സബിലിറ്റി നോക്കണം. അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂമുലേറ്റഡ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ, അതായത് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ആണ് നമ്മൾ ലംസം എമൗണ്ട് വിഡ്രോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫുള്ളി ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ആണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നോട്ട് ടാക്സബിൾ ആണ്. അക്യൂമുലേറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ വിഡ്രോ ചെയ്യുന്നതുകൊണ്ട് അത് ഇൻകം അണ്ടർ ദ ഹെഡ് സാലറി ടാക്സബിൾ ആണ്. അക്യൂമുലേറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ, അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലോട്ട് കോൺട്രിബ്യൂഷൻ നടത്തിയതിൻ്റെ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സിനകത്ത് IFOസിനകത്ത് ടാക്സബിൾ ആണ്. അതാണ് അതിൻ്റെ ടാക്സബിലിറ്റി. ദെൻ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിന്റെ കേസ് കൊണ്ട് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ നോട്ട് ആപ്ലിക്കബിൾ, കാരണം അവിടെ എംപ്ലോയർ ഇല്ല, സെൽഫ് എംപ്ലോയിഡ് പാർട്ടീസ് ആണ് എന്ത് ചെയ്യുന്നത്? പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിലോട്ട് കോൺട്രിബ്യൂഷൻ നടത്തുന്നത്. ദെൻ എലിജിബിൾ ഫോർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിലോട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 80C ഡിഡക്ഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇൻട്രസ്റ്റ് നോട്ട് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ലംസം എമൗണ്ട് വിഡ്രോ ചെയ്യാൻ നോ ഇഷ്യൂ. ഇതാണ് അതിൻ്റെ കേസ്. ദെൻ ഇനി നമുക്ക് പറയാനുള്ളത് നോട്ട് 2-നകത്ത് നമ്മൾ പറഞ്ഞ ലംസം എമൗണ്ട് വിഡ്രോൺ ഫ്രം റിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൻ്റെ ഒരു കേസ് ഉണ്ട്. ലംസം എമൗണ്ട് വിഡ്രോൺ ഫ്രം റിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. റിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നും നമ്മൾ ലംസം എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് വിഡ്രോൺ ഫ്രം റിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഈസ് നോട്ട് ടാക്സബിൾ ഇഫ്. ഓക്കെ, ലംസം എമൗണ്ട് റിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നും വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല? നോട്ട് ടാക്സബിൾ. അവിടെ നമ്മളൊരു നോട്ട് 2 പറയുന്നുണ്ട്, റിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഇടുന്നുണ്ട്, നോട്ട് ടാക്സബിൾ, നോട്ട് 2 ആപ്ലിക്കബിൾ എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. നോട്ട് 2-ൽ പറയുന്നതെന്ന് റിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നും ലംസം എമൗണ്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാലുള്ള സിറ്റുവേഷൻ താഴെ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല? റിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നും നമ്മൾ ലംസം എമൗണ്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ടാക്സബിൾ ആവേണ്ട കാര്യമില്ല. Amount withdrawn from recognized provident fund is not taxable if employee retires or terminates job after 5 years of continuous service. Okay, retires or terminate job after 5 years of continuous of service. 5 വർഷമോ അതിൽ കൂടുതലോ കണ്ടിന്യൂഷൻ സർവീസ് കണ്ടിന്യൂ ചെയ്തതിന് ശേഷമാണ് എംപ്ലോയി റിട്ടയർ ചെയ്യുന്നതും അതിനുശേഷം വിഡ്രോ ചെയ്യുന്ന ലംസം എമൗണ്ട് റിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല? ടാക്സ് ചെയ്യേണ്ട കാര്യമില്ല. രണ്ടാമത്തത് എംപ്ലോയി ഹാസ് റിസൈൻഡ് ബിഫോർ കംപ്ലീഷൻ ഓഫ് 5 years. 5 വർഷത്തിന് മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? റിട്ടയർ ചെയ്യുന്നുണ്ട് ഒരു കമ്പനിയിൽ നിന്നും. ആൻഡ് ജോയിൻ അനദർ ഓർഗനൈസേഷൻ ഹു ഓൾസോ മെയിൻറ്റെയിൻസ് റിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആൻഡ് ഹിസ് ഫണ്ട് ബാലൻസ് വിത്ത് കറണ്ട് എംപ്ലോയർ ഈസ് ട്രാൻസ്ഫർഡ് ടു ദ ന്യൂ എംപ്ലോയർ. എന്താ കഥ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്, 5 വർഷം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല, 5 years കണ്ടിന്യൂഷൻ സർവീസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ അതിന് മുമ്പേ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്യുന്നു, എന്നിട്ട് നേരെ തൊട്ടടുത്തൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു. ഇതേ റിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, ഇതേ ഫണ്ട് ബാലൻസ് ഞാൻ ഇതേപോലെ തൊട്ടടുത്ത എംപ്ലോയറിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ റിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൻ്റെ ടാക്സബിലിറ്റിയുടെ ഇഷ്യൂ അവിടെ ഉണ്ടാകുന്നില്ല. Then entire balance standing to the credit of the employee is transferred to the account under the new pension scheme under section 80cc. 80cc പറയുന്ന ന്യൂ പെൻഷൻ സ്കീമിലോട്ട് ഈ പറഞ്ഞിരിക്കുന്ന റിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ കിടക്കുന്ന മുഴുവൻ എമൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാലും 5 yearsന്റെ സർവീസ് കണ്ടിന്യൂ, അതായത് കംപ്ലീറ്റ് ചെയ്തില്ല, 5 years കണ്ടിന്യൂസ്ലി നമ്മൾ സർവീസ് ചെയ്തിട്ടല്ല നമ്മൾ എമൗണ്ട് വിഡ്രോ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റിസൈൻ ചെയ്യുന്നവർ പറഞ്ഞാലും നമുക്ക് ടാക്സബിൾ ആകുന്ന സിറ്റുവേഷൻ അവിടെ വരുന്നില്ല. 5 വർഷത്തിൻ്റെ ഒരു മാൻഡേറ്ററി പ്രൊവിഷൻ നമുക്ക് അവിടെ ആപ്ലിക്കബിൾ അല്ല. 80cc ന്യൂ പെൻഷൻ സ്കീമിലോട്ട് എന്ത് ചെയ്താൽ മതി? ആ എമൗണ്ട് വിഡ്രോ ചെയ്യുന്ന ഫുൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി.
Employee retires on the or terminates job before 5 years of service by reason of illness. ഓക്കെ, 5 വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ഒരു പുള്ളിക്കാരൻ റിട്ടയർ ചെയ്യുന്നു, അത് ഇൽനെസ് ആണ്, ഹെൽത്തിൻ്റെ ഇൽനെസ് കൊണ്ടാണെന്നുണ്ടെങ്കിലോ ഇല്ലാന്നുണ്ടെങ്കിൽ ബൈ റീസൺ ഓഫ് കോൺട്രാക്ഷൻ ഓർ ഡിസ്കണ്ടിന്യൂഷൻ ഓഫ് എംപ്ലോയേഴ്സ് ബിസിനസ്, എംപ്ലോയറുടെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുന്നത് കൊണ്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ബൈ എനി അതർ റീസൺ ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് എംപ്ലോയി, എംപ്ലോയിയുടെ കൺട്രോളിലല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു റീസൺ കൊണ്ടാണ് എംപ്ലോയറിൽ നിന്ന് ഒരു എംപ്ലോയി എന്ത് ചെയ്യണം, റിസൈൻ ചെയ്യേണ്ടി വന്നത്. ആ സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന റിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് നോട്ട് ടാക്സബിൾ ആവും. ഓക്കെ, ഇൻ എനി അതർ കേസ് എമൗണ്ട് വിഡ്രോൺ ഷാൾ ബി ടാക്സബിൾ ആസ് ഇൻ കേസ് ഓഫ് അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. വേറെ ഏത് കേസിലും അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ ടാക്സബിലിറ്റി പറയുന്നത് പോലെ എന്ത് ചെയ്യാൻ പറ്റും? റിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് 5 വർഷത്തിന് മുന്നേ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് ടാക്സബിൾ ആവും. ദെൻ ലാസ്റ്റ് നോട്ട് 25 സൂപ്പർ ആനുവേഷൻ ഫണ്ട്. അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ടിലോട്ടാണ് ഒരു എംപ്ലോയിക്ക് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടുവാർഡ്സ് അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട് ഇൻ എക്സസ് ഓഫ് 1,50,000 പെർ ആനം ഈസ് ടാക്സബിൾ. 1,50,50,000 രൂപയിൽ കൂടുതൽ സൂപ്പർ ആനുവേഷൻ ഫണ്ടിൽ നിന്ന് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഒരു വർഷം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എക്സസ് എമൗണ്ട്, ഇപ്പോൾ സപ്പോസ് 2 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ ആ 2 ലക്ഷം രൂപയിൽ ആദ്യത്തെ 1,50,000 രൂപ എന്ത് ചെയ്യണം, മാറ്റിയിട്ട് ബാക്കി 50,000 റുപ്പീസ് എന്താവും? ടാക്സബിൾ ആവും. അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട്. ഓക്കെ, ദെൻ അൺഅപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് സെയിം ആസ് അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. ഓക്കെ, ട്രീറ്റ്മെൻറ്റ് എന്ത് ചെയ്യണം? അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് പോലെ ട്രീറ്റ് ചെയ്യണം. അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടുവാർഡ്സ് അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട് ഇൻ എക്സസ് ഓഫ് 1,50,000 പെർ ആനം ഈസ് ടാക്സബിൾ. അൺഅപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ആസ് സെയിം ആസ് അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. ഓക്കെ, നമ്മുടെ പെർക്വിസിറ്റ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ദെൻ ഇനി വരുന്നത് ഡിഡക്ഷൻസ് ആണ്. അണ്ടർ സെക്ഷൻ 16 സാലറി ഡിഡക്ഷൻസ് ആണ്. അണ്ടർ സെക്ഷൻ 16 സബ്സെക്ഷൻ 1A എന്ന് പറയുന്നത് 50% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്, എല്ലാ അസസ്സിക്കും കിട്ടും. സ്പെസിഫിക്കലി ഒന്നുമില്ല, ഗവൺമെൻറ് എംപ്ലോയി ആണോ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണോ എന്നൊന്നുമില്ല. കിട്ടുന്ന എമൗണ്ട് 50,000 റുപ്പീസ് ആണോ ഗ്രോസ് സാലറി ആണോ വിച്ച് ഈസ് ലെസ് ആണ് അണ്ടർ സെക്ഷൻ 16 സബ്സെക്ഷൻ 1A പ്രകാരം എന്ത് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടുന്നത്. ദെൻ എൻ്റർടൈൻമെൻറ്റ് അലവൻസസ് കിട്ടുന്നത് അണ്ടർ സെക്ഷൻ 16 സബ്സെക്ഷൻ 2 പ്രകാരം ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഗവൺമെൻറ് എംപ്ലോയി ഓൺലി. ഡിഡക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് കിട്ടുന്നത്? ആക്ച്വൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസസ് ആണോ, മാക്സിമം 5,000 ആണോ, 20% ഓഫ് ബേസിക് സാലറി അല്ല ബേസിക് സാലറി ആണോ, ഈ 3 എണ്ണത്തിൽ എയും ബി സിയിൽ വിച്ച് ഈസ് മിനിമം എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ടാക്സ് ഓൺ എംപ്ലോയ്മെന്റ് ഓർ പ്രൊഫഷണൽ ടാക്സ് അണ്ടർ സെക്ഷൻ 16 സബ്സെക്ഷൻ 2. പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ ആണെങ്കിലോ എംപ്ലോയി ആണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഐറ്റം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു കൺസിഡർ ഇറ്റ് ആസ് എ പെർക്വിസിറ്റ്. പ്രൊഫഷണൽ ടാക്സ് ഓർ എംപ്ലോയ്മെന്റ് ടാക്സ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ സംതിങ് എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്തായിട്ട് കണക്കാക്കണം? പെർക്വിസിറ്റ് ആയിട്ട് കണക്കാക്കണം. എന്നിട്ട് അണ്ടർ സെക്ഷൻ 16 സബ്സെക്ഷൻ 3 പ്രകാരം ഫുൾ എമൗണ്ടിന് if it is paid by employer or if it is paid by employee we can claim deduction under section 16 subsection 3 under the head income from salary. ഇത്രയേ ഉള്ളൂ. ഇത്രയും ഇൻകം ഫ്രം ഹെഡ് സാലറീസ് ആണ് നമുക്കിവിടെ കംപ്ലീറ്റ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് കരുതുന്നു. അടുത്ത ഹൗസ് പ്രോപ്പർട്ടി PGVP കണ്ടിന്യൂ ചെയ്ത് വരുന്നതാണ്. താങ്ക് യു ഓൾ.